അംബേദ്കറെ ഒരു മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിക്കുക എന്നുള്ളത് ഹിന്ദുത്വത്തിൻ്റെ വളരെ മുൻകൂട്ടിയുള്ളൊരു അജണ്ടയായിരുന്നു എന്നുള്ളതാണ്. കേവലം ചെറി പിക്കിങ് നടത്തി മാത്രം കാണേണ്ട ഒരു വിഷയമല്ല അംബേദ്കറും മുസ്ലിങ്ങളും അല്ല ഇസ്ലാം മതവും. ഇസ്ലാമോഫോബിയ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ കേരളത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കറെ ഒരു മുസ്ലിം വിരുദ്ധനായിട്ട് ചിത്രീകരിക്കാൻ ഹിന്ദുത്വവാദികൾക്ക് കഴിയുന്നതിൻ്റെ കാരണം ഹിന്ദുമതത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഏതൊരാളും താഴെ തലത്തിലുള്ളവർ മാത്രമല്ല ഒരു ശത്രുവുമാണ് എന്ന് വിവേകാനന്ദൻ എഴുതിയിട്ടുണ്ട്. മുസ്ലിങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ഹിന്ദു വംശീയവാദികളാണെന്നതിന് വളരെ കൃത്യമായിട്ട് അംബേദ്കർ എഴുതിയിട്ടുണ്ട്. എന്നിട്ടും പറയുകയാണ് അംബേദ്കർ മുസ്ലിം വിരുദ്ധനാണ്. ഇവിടെ അംബേദ്കറെ കേവലം ഒരു മതവിമർശകനായിട്ടാണ് ചിത്രീകരിക്കുന്നത്. പാകിസ്ഥാൻ ഓഫ് ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം മുസ്ലിങ്ങളെ വിമർശിക്കാനോ ഇസ്ലാം മതത്തെ വിമർശിക്കാനോ ഉണ്ടായ പുസ്തകമാണ്. ഹിന്ദുയിസത്തോടുള്ള അംബേദ്കറുടെ വിമർശനം മതവിമർശനമാണെന്നാണ് ഇവർ ചുരുക്കി വായിക്കുന്നത്. യഥാർത്ഥത്തിൽ ഹിന്ദുയിസത്തോടുള്ള വിമർശനം ഒരു വ്യവസ്ഥയോടുള്ള വിമർശനമാണ്. പൗരോഹിത്യം ജനാധിപത്യവൽക്കരിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ശബരിമലയിൽ ഇത്തരം ഒരു സ്വർണ്ണക്കൊള്ള അസാധ്യമാകുമായിരുന്നു. സവർണരെ ശത്രുതാ മനോഭാവത്തോടുകൂടി എതിർസ്ഥാനത്ത് നിർത്തുന്ന ജനാധിപത്യ ചിന്തയല്ല ഡോക്ടർ ബി ആർ അംബേദ്കർ. ഡോക്ടർ ടി എസ് ശ്യാംകുമാറാണ് ഇന്ന് റൈറ്റ് അവറിൽ. അംബേദ്കറാണ് ഒരു പ്രധാന പ്രശ്നം. അംബേദ്കർ മുസ്ലിം വിരുദ്ധനാണ് എന്നുള്ള ഒരു നറേറ്റീവ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. അംബേദ്കറിൻ്റെ കൃതികളിൽ ഒരു മുസ്ലിം വിമർശനം കാണുന്നതുകൊണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അംബേദ്കർ മുസ്ലിം വിരുദ്ധനാണ് എന്നുള്ള ഈ ഒരു നറേറ്റീവ് സമൂഹത്തിലേക്ക് വരുന്നത്. ശരിക്കും അംബേദ്കർ മുസ്ലിം വിരുദ്ധനാണോ? അങ്ങനെ കാണേണ്ടതുണ്ടോ? വളരെ ആഴത്തിൽ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. കേവലം ചെറി പിക്കിങ് നടത്തി മാത്രം കാണേണ്ട ഒരു വിഷയമല്ല അംബേദ്കറും മുസ്ലിങ്ങളും അല്ല ഇസ്ലാം മതവും എന്ന വിഷയത്തെ നമ്മൾ കാണേണ്ടത് ആ നിലയ്ക്കല്ല. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ പൊടുന്നനെ അംബേദ്കർ മുസ്ലിം വിരുദ്ധനാണ്, ഇസ്ലാം വിരുദ്ധനാണ്, കടുത്ത ഇസ്ലാം വിരുദ്ധനാണ് എന്ന രീതിയിലുള്ള പ്രചാരണം കൊണ്ടുപിടിച്ച് നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ സംഘപരിവാരം അല്ലെങ്കിൽ ഹിന്ദുത്വവാദികൾ ആദ്യമായിട്ടാണ് ഈ സംഭവം അറിയുന്നത് എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അവർക്ക് വായനയില്ലാത്തതിന് നമ്മൾ കുറ്റവാളികളല്ല. ഇതാണ് ഒന്നാമത്തെ പ്രശ്നം. 2003 തന്നെ വിനയ് കത്യാർ ഉത്തർപ്രദേശിലെ 14 ജില്ലകളിൽ വലിയ പര്യടനം നടത്തുന്നുണ്ട്. ആ പര്യടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ വിനയ് കത്യാർ എന്ന് പറയുന്ന ഉത്തർപ്രദേശിലെ BJPയുടെ ദേശീയ പ്രസിഡന്റ് ആയിരിക്കുകയും രാജ്യസഭയിലുമൊക്കെ മെമ്പറായിരിക്കുകയും ഒക്കെ ചെയ്ത വിനയ് കത്യാർ ബജറംഗ് ദളിൻ്റെയൊക്കെ പ്രവർത്തകനായിട്ടുള്ള ആള് അദ്ദേഹം പറഞ്ഞത് അംബേദ്കർ ഒരു മുസ്ലിം വിരുദ്ധനാണ്. ഇത് പറയുന്നതിനൊരു പശ്ചാത്തലം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഗുജറാത്തിൽ വലിയ വംശീയ ഉന്മൂലന ശ്രമം നടന്നതിൻ്റെ തുടർച്ചയിലാണ് വിനയ് കത്യാറുടെ ഈ പരാമർശം വരുന്നത് എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധേയമാണ്. മുസ്ലിങ്ങൾക്കെതിരെ വലിയ ഭീകരമായ വംശഹത്യാ ശ്രമം, വംശഹത്യ തന്നെ സമ്പൂർണമായിട്ട് നടന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഉത്തർപ്രദേശിൽ ഈ ജില്ലാ പര്യടനത്തിന് ശേഷം അംബേദ്കർ ഒരു മുസ്ലിം വിരുദ്ധനാണ് എന്നുള്ള പരാമർശം നടത്തുന്നത്. എന്തുകൊണ്ടാണ് അംബേദ്കർ ഒരു മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിക്കുന്നത്? 2 തരത്തിലുള്ള കാരണങ്ങളാണ്. ഹിന്ദുത്വവാദികൾ മുസ്ലിങ്ങൾക്കെതിരെ നടത്തി വരുന്ന വംശീയ ഉന്മൂലനത്തിന് ഒരു സൈദ്ധാന്തികമായ സാധൂകരണം നൽകുക എന്നുള്ളതാണ്. ഇത് സ്വാമി വിവേകാനന്ദൻ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് ഈ സൈദ്ധാന്തിക സാധൂകരണം ഓൾറെഡി ഹിന്ദുത്വവാദികൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഹിന്ദുമതത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഏതൊരാളും താഴെ തലത്തിലുള്ളവർ മാത്രമല്ല ഒരു ശത്രുവുമാണ് എന്ന് വിവേകാനന്ദൻ എഴുതിയിട്ടുണ്ട്. ഈ വിവേകാനന്ദൻ്റെ വാക്കുകൾ മുസ്ലിം വംശഹത്യയ്ക്ക് വേണ്ടി പ്ലക്കാർഡുകളിലും ബില്ലുകളിലും ഒക്കെ വ്യാപകമായി ഉപയോഗിച്ചിരുന്നതിനെ പറ്റി ഷംസുൽ ഇസ്ലാം എന്ന് പറയുന്ന ചരിത്ര പണ്ഡിതൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് വിവേകാനന്ദൻ ഇങ്ങനൊരു പരാമർശം നടത്തിയത് ഹിന്ദുത്വവാദികൾ ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ എന്തുകൊണ്ട് അംബേദ്കറെ ആശ്രയിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യയിലെ ദളിതരുടെയും ആദിവാസികളുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ന്യൂനപക്ഷങ്ങളുടെയും അരികുവൽക്കരിക്കപ്പെട്ടവരുടെയും ലോകത്തിലെ തന്നെ മുഴുവൻ മർദ്ദിത ജനവിഭാഗങ്ങളുടെയും പ്രത്യാശാനിർഭരമായ ഒരു പ്രത്യയശാസ്ത്രമാണ് അംബേദ്കർ എന്ന് പറയുന്നത്. അദ്ദേഹം കേവലം ഒരു വ്യക്തിയല്ല, വലിയൊരു ആശയമാണ്. ഈ ആശയമായിട്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ നിൽക്കുന്നത് കൊണ്ടാണ് തങ്ങളുടെ മുസ്ലിം വിരുദ്ധ പ്രചാരണത്തിന് ഒരായുധമായിട്ട് അംബേദ്കറെ ഹിന്ദുത്വവാദികൾ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം ഈ സന്ദർഭത്തിൽ നമ്മൾ ആഴത്തിൽ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്.
അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഓഫ് ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിലെ ചില പരാമർശങ്ങൾ മാത്രം എടുത്തുകൊണ്ട് അംബേദ്കറെ അദ്ദേഹത്തിൻ്റെ സമഗ്രമായ ചരിത്ര ജീവിതത്തിൽ നിന്നും അടർത്തി മാറ്റി സാന്ദർഭികവൽക്കരിക്കാതെ കോണ്ടക്സ്റ്റലൈസ് ചെയ്യാതെ സങ്കുചിതമായിട്ട് വായിക്കുന്നുള്ളതാണ് ഹിന്ദുത്വവാദികളുടെ യഥാർത്ഥ പ്രശ്നം. ഇപ്പോൾ 2003 തന്നെ വിനയ് കത്യാർ ഇത്തരം ഒരു പരാമർശം നടത്തുമ്പോൾ കാഞ്ചായിലെയായും അതുപോലെ തന്നെ ഗെയിലോംവേദും ഒക്കെ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ആദ്യമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. കേരളത്തിൽ ഇത് ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും സംഭവിക്കുക. പക്ഷേ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ അറിയാം, അംബേദ്കറെ ഒരു മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിക്കുക എന്നുള്ളത് ഹിന്ദുത്വത്തിൻ്റെ വളരെ മുൻകൂട്ടിയുള്ള ഒരു അജണ്ടയായിരുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ ഇപ്പോൾ എന്തുകൊണ്ട് ഹിന്ദുത്വ അജണ്ട വന്നു എന്ന് ചോദിച്ചാൽ, കേരളത്തിൽ അതിശക്തമായ രീതിയിൽ ഇസ്ലാമോഫോബിയ വ്യാപിച്ചിട്ടുണ്ട്. അതിശക്തമായ ഒരു മുസ്ലിം വിരുദ്ധ വികാരം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ലവ് ജിഹാദ്, ലാൻഡ് ജിഹാദ്, ഇനി എന്തൊക്കെ ജിഹാദുകളാണ് വരാനിരിക്കുന്നത്. ഇങ്ങനെ പലതരം ജിഹാദ് പരാമർശങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വളരെ ആഴത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഈ മുസ്ലിം വിരുദ്ധ വികാരം, ഇസ്ലാമോഫോബിയ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ കേരളത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കറെ ഒരു മുസ്ലിം വിരുദ്ധനായിട്ട് ചിത്രീകരിക്കാൻ ഹിന്ദുത്വവാദികൾക്ക് കഴിയുന്നതിൻ്റെ കാരണം അതാണ്. അതിനെ പല രീതിയിൽ കേരളത്തിൽ തടയിട്ടത് നാരായണ ഗുരുവിൻ്റെ ജീവിതവും ദർശനവുമായിരുന്നു. നാരായണ ഗുരു തന്നെ പറയുന്നുണ്ട്, നാം മുസ്ലിമുകളുടെ കൂടെ വസിച്ചിട്ടുണ്ട്, അവരോടൊപ്പം രുചിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, അവരുടെ കുട്ടികൾക്ക് നാം ചോറുവാരി കൊടുത്തിട്ടുണ്ട് എന്ന കാര്യം സരസകവി മൂലൂർ പത്മനാഭ പണിക്കർ അദ്ദേഹത്തിൻ്റെ ശ്രീനാരായണ ഗുരുദേവ സ്മരണ എന്ന് പറയുന്ന പുസ്തകത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു സോഷ്യൽ ഫാബ്രിക് എന്ന് പറയുന്നത് വളരെ ഒരു സാമൂഹ്യ നില എന്ന് പറയുന്നത് ഒരു മുസ്ലിം ജനവിഭാഗങ്ങളും പിന്നോക്ക ജനവിഭാഗങ്ങളും ദളിതരുമായിട്ടൊക്കെ ഒരു സാഹോദര്യ കാഴ്ചപ്പാട് നിലനിന്നിരുന്ന ഒരു സവിശേഷ സാഹചര്യം കേരളത്തിലുണ്ട്. അത് നാരായണ ഗുരുവിൻ്റെ ജീവിതമൊക്കെ പരിശോധിച്ച് നമുക്ക് വളരെ വ്യക്തമാണ്. അസവർണർക്ക് നല്ലത് ഇസ്ലാം എന്നൊരു പ്രത്യയശാസ്ത്ര പശ്ചാത്തലം തന്നെ കേരളത്തിൽ നിലനിന്നിരുന്നു. പുലയരും മറ്റും മതം മാറുകയാണെങ്കിൽ അത് ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്തുന്നതായിരിക്കും നല്ലത് എന്ന് സഹോദരൻ അയ്യപ്പൻ തന്നെ പറയുന്നുണ്ട്. അപ്പം കേരളത്തിൽ നിലനിൽക്കുന്ന ഈ സാമൂഹ്യ സാഹോദര്യത്തെ തകർക്കാൻ വേണ്ടിയിട്ടാണ് അംബേദ്കറെ ഒരു മുസ്ലിം വിരുദ്ധനായിട്ട് ഇപ്പോൾ കേരളത്തിൽ കെട്ടിയെഴുന്നള്ളിച്ചുകൊണ്ട് വരുന്നത് എന്ന് പറയുന്ന ഒരു സമകാലിക ചരിത്ര പശ്ചാത്തലത്തിൽ വേണം നമ്മൾ അംബേദ്കർ മുസ്ലിം വിരുദ്ധനാണോ എന്നുള്ള ചരിത്ര പരിശോധനയിലേക്ക് നമ്മൾ കടക്കുവാൻ എന്നുള്ളതാണ്. അത് ആത്യന്തികമായിട്ട് ഹിന്ദുത്വ സാംസ്കാരിക മനോഭാവത്തെ കൂടുതൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അംബേദ്കറെ ഒരു മുസ്ലിം വിരുദ്ധനായിട്ട് അവതരിപ്പിക്കുന്നത്. അംബേദ്കറെ മുസ്ലിം വിരുദ്ധനാക്കാനായിട്ട് അതിനുള്ള പ്രധാനപ്പെട്ട തെളിവുകളായിട്ട് ഇവർ മുന്നോട്ട് വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പറഞ്ഞതുപോലെ പുസ്തകങ്ങളിലെ പരാമർശങ്ങൾ. ബുർഖയെ അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മലബാർ കലാപത്തിനെതിരെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് എന്നിവയൊക്കെയാണ്. ഈ ടെക്സ്റ്റുകളെ മുൻനിർത്തിക്കൊണ്ട് അംബേദ്കറെ മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് മുന്നിൽ തെളിവുകളായി നിൽക്കുക കൂടിയല്ലേ അത്? വളരെ ആഴത്തിൽ സമഗ്രമായിട്ട് വേണം ഡോക്ടർ ബി ആർ അംബേദ്കറെ നമ്മൾ പരിശോധിക്കാൻ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉടനീളം അദ്ദേഹം മുസ്ലിം വിരുദ്ധനായിട്ടാണോ ജീവിച്ചത്? മുസ്ലിങ്ങൾക്കെതിരെ നിരന്തരം സംസാരിച്ചിരുന്ന ഒരാളാണോ അംബേദ്കർ? കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ ന്യൂനപക്ഷങ്ങളുടെ വിഷയത്തിൽ എന്തായിരുന്നു അംബേദ്കർ എടുത്ത നിലപാടുകൾ? ഇതൊക്കെ വെച്ചിട്ടാണല്ലോ നമ്മൾ പരിശോധിക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് ആ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലേക്ക് നമുക്ക് വളരെ വിശദമായി തന്നെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. 1930 ഡിസംബർ 31 വട്ടമേശ സമ്മേളനത്തിൽ ന്യൂനപക്ഷങ്ങൾക്കായുള്ള ഉപസമിതിയിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ ഇപ്രകാരം പ്രസ്താവിച്ചു. ആ പ്രസ്താവന നമുക്കൊന്ന് വായിക്കാം. ഭൂരിപക്ഷ ഭരണം ഉറപ്പാക്കുന്ന ഏതു ഭാവി ഇന്ത്യൻ ഭരണഘടനയുടെ പേരിലും ആ ഭൂരിപക്ഷ ഭരണം എന്നത് യാഥാസ്ഥിതിക ഹൈന്ദവരുടെ ഭരണമായിരിക്കുമെന്നതിൻ്റെ സംശയത്തിൻ്റെ നിഴൽ പോലും ഇല്ലെന്ന് മറ്റു ന്യൂനപക്ഷങ്ങളോടൊപ്പം മർദ്ദിത വിഭാഗങ്ങളും ഭയക്കുന്നു. അപ്പോൾ ഭൂരിപക്ഷ ഭരണം എന്നത് ഒരു സവർണ ഹൈന്ദവരുടെ ഭരണം മാത്രമായി ചുരുങ്ങാൻ പാടില്ല എന്നാണ് അംബേദ്കർ സൂചിപ്പിക്കുന്നത്. നീതിയുടെയും സമത്വത്തിൻ്റെയും നന്മ നിറഞ്ഞ അന്ധക്കരണത്തിൻ്റെയും ശോധന യാഥാസ്ഥിതിക ഹിന്ദു വിശ്വാസങ്ങളോടും മുൻവിധികളോടും കൂടി ഒരു ഭൂരിപക്ഷമായിരിക്കുമെന്നതാണ് ഇതിലെ വലിയ അപകടം. അപ്പോൾ ഭൂരിപക്ഷ ഭരണം എന്ന് പറയുന്നത് അത് യാഥാസ്ഥിതിക ഹിന്ദുത്വ ഭരണമായിരിക്കും. അതിനുള്ള സാധ്യതയിലേക്കാണ് അംബേദ്കർ വിരൽ ചൂണ്ടുന്നത്. നിയമരൂപീകരണത്തിലോ ഭരണനിർവഹണത്തിലോ മറ്റു പൊതു പൗരത്വ അവകാശങ്ങളിലോ ന്യൂനപക്ഷങ്ങളോട് വിവേചനം കാട്ടിയേക്കാവുന്നതാണ് മറ്റൊരു വലിയ അപകടം. അതുകൊണ്ട് ഭയപ്പെടുത്തുന്ന വിവേചനം അസാധ്യമായ രീതിയിൽ ന്യൂനപക്ഷങ്ങളുടെ നില സംരക്ഷിക്കേണ്ടതുണ്ട്
എന്ന് ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ അസന്ധിഗ്ധമായി പ്രഖ്യാപിച്ച ആളാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. ഇങ്ങനെയുള്ള ഒരാളെയാണ് അദ്ദേഹം ന്യൂനപക്ഷ വിരുദ്ധനാണ്, മുസ്ലിം വിരുദ്ധനാണ് എന്ന് പറഞ്ഞു വെക്കുന്നത്. അംബേദ്കർ പറയുന്നു, നിയമനിർമ്മാണ സഭയിലും ഭരണനിർവഹണത്തിലും രാജ്യത്തെ സർക്കാർ സേവന മേഖലയിലും ന്യൂനപക്ഷങ്ങൾക്ക് പ്രാതിനിധ്യം ഉണ്ടായിരിക്കണം. ന്യൂനപക്ഷങ്ങൾക്ക് പ്രാതിനിധ്യം ഉണ്ടായിരിക്കണം ഉറച്ചു വാദിക്കുക. ഒരു പൗരനും മറ്റൊരു പൗരനും തമ്മിൽ വിവേചനം സൃഷ്ടിക്കുന്ന നിയമനിർമ്മാണം നടത്തി ഭൂരിപക്ഷം തങ്ങളുടെ നിയമനിർമ്മാണ അധികാരം ദുരുപയോഗം ചെയ്യുന്നത് തടയണമെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. അദ്ദേഹം അതേ സമ്മേളനത്തിൽ ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്, ഹൈന്ദവരുമായൊരു സമ്പൂർണ്ണ വിഭജനം ഞങ്ങൾ അധസ്ഥിത വിഭാഗങ്ങൾ ആവശ്യപ്പെടുന്നു. രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി അവർ ഞങ്ങളെ ഹൈന്ദവർ എന്ന് വിളിച്ചു, എന്നാൽ തങ്ങളുടെ സഹോദരങ്ങൾ എന്ന് ഞങ്ങളെ ഒരിക്കലും ഹിന്ദുക്കൾ അംഗീകരിച്ചിരുന്നില്ല. അംബേദ്കർ ഒരു ഹിന്ദുത്വവാദിയാണെന്നാണ് ഈ പാകിസ്ഥാൻ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം ഉദ്ധരിച്ചുകൊണ്ട് കേരളത്തിലെ ഹിന്ദുത്വവാദികൾ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ആയിരുന്നേയില്ല അംബേദ്കർ. അംബേദ്കർ പറഞ്ഞു, ഞങ്ങളുടെ സംഖ്യാബലവും സമ്മതിദാന ശക്തിയും അവർക്ക് നൽകിയ എല്ലാ രാഷ്ട്രീയ ആനുകൂല്യങ്ങളും അവർ സ്വയം എടുത്തു, എന്നാൽ ഞങ്ങൾക്ക് തിരിച്ചൊന്നും നൽകിയില്ല. അവർ ഹൈന്ദവർ എന്ന് വിളിക്കാത്ത മറ്റു സമുദായങ്ങൾക്ക് കൊടുക്കുന്നതിനേക്കാൾ ഏറെ മോശമായ ഒരു പരിചരണമാണ് ഞങ്ങൾക്ക് മൊത്തത്തിൽ ലഭിക്കുന്നത്. വട്ടമേശ സമ്മേളനത്തിൽ അംബേദ്കർ പറഞ്ഞു. അപ്പൊ സവർണ ഹിന്ദുക്കളിൽ നിന്നും ദളിതർ എങ്ങനെയാണ് വേർപെട്ടിരിക്കുന്നതെന്ന കൃത്യമായ വിശദീകരണം ഈ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കമ്മിറ്റിയിൽ വളരെ കൃത്യമായിട്ട് തന്നെ അംബേദ്കർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത് കൂടാതെ 1947 സെപ്റ്റംബർ 5 ബോംബെയിലെ സിദ്ധാർത്ഥ് കോളേജ് പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇപ്രകാരം പ്രസ്താവിച്ചു. ആ പ്രസ്താവന കൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. എൻ്റെ പ്രയത്നങ്ങൾ കൊണ്ട് തന്നെയാണ് ന്യൂനപക്ഷങ്ങളായ സിഖുകാർക്കും ഇന്ത്യൻ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ചില സംരക്ഷണങ്ങൾ ലഭിച്ചത്. ഈ ആവശ്യത്തിൽ ഞാൻ ഉറച്ചു നിന്നതുകൊണ്ടാണ്, അതുകൊണ്ട് മാത്രമാണ് ഈ അവസരത്തിൽ എന്നെ പിണക്കേണ്ട എന്ന് കരുതി ഭരണഘടനാ സമിതി അത് അനുവദിച്ചു തന്നത്. എനിക്ക് ന്യൂനപക്ഷങ്ങളെ യഥാർത്ഥത്തിൽ സേവിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട് എന്ന് 1947 സിദ്ധാർത്ഥ് കോളേജിൽ നടത്തിയ പ്രഭാഷണത്തിൽ അംബേദ്കർ വളരെ കൃത്യമായിട്ട് പറയുന്നത്. എനിക്ക് ന്യൂനപക്ഷങ്ങളെ സേവിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നാണ് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞ ആളെങ്ങനെയാണ് ന്യൂനപക്ഷ വിരുദ്ധനാകുന്നത് അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധനാകുന്നത്? ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും സേവിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ടെന്ന് അംബേദ്കർ പറയുന്നത്. ഇതേ പ്രസംഗത്തിൽ അംബേദ്കർ ഓർമ്മപ്പെടുത്തി, ന്യൂനപക്ഷങ്ങളുടെ മൗലികാവകാശം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. മൗലികാവകാശം എന്നാൽ ഭൂരിപക്ഷത്തിന് ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യാൻ ഒരവകാശവും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ മറക്കരുത്. അതാണ് മൗലികാവകാശം എന്നതിൻ്റെ അർത്ഥം. ഒരു ഭരണഘടനയിൽ മൗലികാവകാശം ഭൂരിപക്ഷത്തിന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള അധികാരത്തിന് മേൽ പരമമായ നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. അങ്ങനെ ഭൂരിപക്ഷ ഭരണം എന്നത് വാസ്തവത്തിൽ ഒരു യാദൃശ്ചികതയാണ്. ന്യൂനപക്ഷത്തെ എല്ലായ്പ്പോഴും കൂടെ നിർത്തണമെന്നും ഒരിക്കലും അതിൻ്റെ മേൽ സ്വേച്ഛാധിപത്യം നടത്തരുത് എന്നും ഡോക്ടർ ബി ആർ അംബേദ്കർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ എന്തായിരുന്നു അംബേദ്കറിന്റെ ജനാധിപത്യത്തെ സംബന്ധിച്ച സങ്കല്പം? പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ പുസ്തകത്തിന്റെ ഒരു ചരിത്ര സാഹചര്യം നമ്മൾ കൃത്യമായി പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. അത് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ആവശ്യപ്പെടുന്ന ഘട്ടമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായി വരുന്നത്? ആ ആവശ്യം ആദ്യം, ഈ ദ്വിരാഷ്ട്ര സിദ്ധാന്തം ആദ്യം ആരാണ് പങ്കുവെക്കുന്നത്? അത് സവർക്കറാണ് ആദ്യം പങ്കുവെക്കുന്നത്. 1939 സവർക്കറാണ് പങ്കുവെക്കുന്നത്. പക്ഷെ ഇപ്പോൾ അതിന്റെ പാപഭാരം ആരുടെ തലയിൽ കെട്ടിവെക്കാൻ ഹിന്ദുത്വവാദികൾ ശ്രമിക്കുന്നു? മുസ്ലിങ്ങളുടെ തലയിൽ കെട്ടിവെക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അത്തരം ഒരു ആവശ്യം ആദ്യമായി ഉന്നയിച്ചത് സവർക്കറാണ്. ഉന്നയിക്കുക മാത്രമല്ല, മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ഒരു രണ്ടാംകിട പൗരന്മാരായി ജീവിക്കണം എന്ന ആവശ്യവും മുന്നോട്ട് വെക്കുന്നത് സവർക്കർ തന്നെയാണ്. ഇനി ബുർഖയെ പറ്റിയുള്ള പരാമർശം അംബേദ്കർ നടത്തിയെന്ന് പറയുന്നുണ്ടല്ലോ, അത് അവിടം കൊണ്ട് വായന നിർത്താൻ പാടില്ല. പാകിസ്ഥാൻ എന്ന് പറയുന്ന പുസ്തകത്തിലെ ബാക്കിയുള്ള ഭാഗം കൂടി വായിക്കാൻ നമ്മൾ തയ്യാറാകണം എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പാകിസ്ഥാൻ ഓർ ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ, അതിൻ്റെ പേജ് 235, അതിൻ്റെ മലയാളം ഒന്ന് വായിക്കാം. അംബേദ്കർ പറയുന്നു, ഇന്ത്യൻ മുസൽമാനിൽ മാറ്റത്തിനായുള്ള ആഗ്രഹം ഇല്ലാതിരിക്കാനുള്ള കാരണം തേടേണ്ടത് ഇന്ത്യയിൽ അവനുള്ള വിചിത്രമായ പദവിയിലാണ്. കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ മുസ്ലിങ്ങൾ ബുർഖ ധരിച്ചത് അംബേദ്കർ ഇങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. യഥാർത്ഥ ഹിന്ദുത്വവാദികൾ വായന അവിടെ കൊണ്ട് നിർത്തുക.
പക്ഷെ അംബേദ്കർ തൻ്റെ ചിന്തകളോ എഴുത്തുകളോ അവിടെ കൊണ്ട് നിർത്തിയിട്ടില്ല. മുസ്ലിങ്ങൾ ഇങ്ങനെ ആകാൻ കാരണം എന്താണ് എന്നുള്ള ചിന്തയിലേക്കാണ് അംബേദ്കർ വരുന്നത്. അംബേദ്കർ പറയുന്നത് എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഇങ്ങനത്തെ ഒരു ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും തളച്ചിടപ്പെടാനുള്ള കാരണം എന്താണ്? ആ കാരണത്തിലേക്കാണ് അംബേദ്കർ പോകുന്നത്. അംബേദ്കർ പറയുന്നു, ഇന്ത്യൻ മുസൽമാനിൽ മാറ്റത്തിനായുള്ള ആഗ്രഹം ഇല്ലാതിരിക്കാനുള്ള കാരണം തേടേണ്ടത് ഇന്ത്യയിൽ അവനുള്ള വിചിത്രമായ പദവിയിലാണ്. ഏറെയും ഹൈന്ദവമായൊരു സാമൂഹിക പരിതസ്ഥിതിയിലാണ് അവന്റെ സ്ഥാനം. ഈ ഹൈന്ദവ പരിതസ്ഥിതി എപ്പോഴും നിശബ്ദമാണ്, പക്ഷെ അത് സദാ അവന്റെ ഇടത്തിലേക്ക് കടന്നു കയറിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. അത് അവനെ മുസൽമാൻ അല്ലാതാക്കുകയാണ് എന്ന് അവന് തോന്നുന്നു. ഇങ്ങനെ തേഞ്ഞില്ലാതാകുന്ന പ്രക്രിയയിൽ നിന്ന് രക്ഷ നേടാനാണ് അവൻ തൻ്റെ സമുദായത്തിന് സഹായകമോ ദ്രോഹകരമോ എന്ന് പോലും ചിന്തിക്കാതെ ഇസ്ലാമികമായ സകലതും നിലനിർത്താൻ ശാഠ്യം പിടിക്കുന്നത്. രണ്ടാമതായി, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ രാഷ്ട്രീയമായി ഹൈന്ദവാധിപത്യമുള്ള ഒരു പരിതസ്ഥിതിയിലാണ് നിലകൊള്ളുന്നത്. ഈ വാചകം വളരെ പ്രധാനപ്പെട്ട അംബേദ്കറിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. അംബേദ്കർ പറയുന്നത് എന്താണ്? രണ്ടാമതായി, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ രാഷ്ട്രീയമായി ഹൈന്ദവാധിപത്യമുള്ള ഒരു പരിതസ്ഥിതിയിലാണ് നിലകൊള്ളുന്നത്. ഈ യാഥാർത്ഥ്യം അംബേദ്കർ തിരിച്ചറിയുന്നുണ്ട്. അവൻ അടിച്ചമർത്തപ്പെടുമെന്ന് അവന് തോന്നുന്നു. ഈ രാഷ്ട്രീയമായ അടിച്ചമർത്തൽ കാരണം മുസ്ലിങ്ങൾ ഒരു അധകൃത വർഗമാകുന്നു എന്ന് അവന് തോന്നുന്നു. സാമൂഹികമായും രാഷ്ട്രീയമായി ഹിന്ദുക്കളുടെ ആധിപത്യത്തിൽ മുങ്ങിപ്പോകാതിരിക്കാനുള്ള ചെറുത്തുനിൽപ്പാണ് വേണ്ടത് എന്ന അവബോധമാണ് ഇന്ത്യൻ മുസ്ലിങ്ങളെ പുറത്തുള്ള തങ്ങളുടെ മതക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ സാമൂഹിക പരിഷ്കാരങ്ങളുടെ കാര്യത്തിൽ പുറകോട്ടു പോകുന്നത്. അപ്പം ബുർഖയിട്ട് പോയി, അങ്ങനെ പോയി, ഇങ്ങനെ പോയി എന്നൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ആയി എന്നുകൂടി ചിന്തിക്കണ്ടേ? എന്തുകൊണ്ട് അവസ്ഥാവിശേഷം വന്നു? അതിൻ്റെ കാരണം ഇന്ത്യയിലെ ബ്രാഹ്മണ്യ സാമൂഹ്യ ക്രമമാണ് എന്നുള്ള നിഗമനത്തിലാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ എത്തിച്ചേരുന്നത്. അപ്പൊ ഈ നിരീക്ഷണങ്ങൾ കാണാതെ അംബേദ്കർ വളരെ കൃത്യമായ ഒരു മുസ്ലിം വിരുദ്ധനാണ് എന്ന് സ്ഥാപിക്കുന്നത് തെറ്റായ ഒരു കാഴ്ചപ്പാടാണ്, തെറ്റായ നിഗമനമാണ് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. മറ്റ് ചില ചിന്തകളിലേക്ക് കൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അംബേദ്കർ പറയുന്നു, ഈ പാകിസ്ഥാൻ പുസ്തകത്തിൽ അതിൻ്റെ 3-ാം അധ്യായത്തിൽ മുസ്ലിങ്ങൾക്ക് ഒരു രാഷ്ട്രമായി ജീവിക്കാനുള്ള ഇച്ഛാശക്തി ഉണ്ടായത് അവരുടെ മുറിവേറ്റ മാനസികാവസ്ഥയിൽ നിന്നാണ് എന്ന് അംബേദ്കർ മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. മുറിവേറ്റ മാനസികാവസ്ഥയിൽ നിന്നാണ്. അദ്ദേഹം പറയും, 3-ാം അധ്യായത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, പാകിസ്ഥാൻ വേണമെന്ന ആഗ്രഹത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ 2ാം കിട പൗരന്മാരായി കരുതപ്പെടുന്നു എന്നതാണ്. ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അവരെ 2ാം കിട പൗരന്മാരായി നിലനിർത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയമായി ഡോക്ടർ ബി ആർ അംബേദ്കർ തിരിച്ചറിയുന്നത്. തന്നെയല്ല, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ 1939 ഡിസംബറിൽ ഹിന്ദു മഹാസഭയിൽ വെച്ച് നടത്തിയ അധ്യക്ഷ പ്രസംഗത്തിൽ സവർക്കറാണ് ആദ്യമായിട്ട് ദ്വിരാഷ്ട്ര സിദ്ധാന്തം പങ്കുവെക്കുന്നത്. താമസിയാതെ ജിന്ന ഈ ദ്വിരാഷ്ട്ര സിദ്ധാന്തം ഔദ്യോഗികമായി സ്വീകരിച്ചു എന്നുള്ളത് നമ്മൾ ഈ സന്ദർഭത്തിൽ തിരിച്ചറിയാതെ പോകരുത്. അംബേദ്കർ ഈ സവർക്കറുടെ ഈ ഹിന്ദുരാജ സങ്കല്പത്തോടും വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അംബേദ്കർ പറയും, മിസ്റ്റർ സവർക്കർ രൂപീകരിച്ച സ്വരാജ് പദ്ധതി ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങളുടെ മേൽ ഒരു സാമ്രാജ്യം സ്ഥാപിക്കാനാണ് അവസരം നൽകുക. അങ്ങനെ ആദ്യത്തെ കൂട്ടർക്ക് ഒരു സാമ്രാജ്യ വംശം നൂറ്റം കൊള്ളാൻ അവസരം നൽകുകയാകും ഫലം എന്ന് സവർക്കർ മുന്നോട്ട് വെച്ച ഹിന്ദുരാജ് എന്ന് പറയുന്ന ആശയത്തോട് വളരെ കൃത്യമായിട്ടുള്ളൊരു വിമർശനം ഡോക്ടർ ബി ആർ അംബേദ്കർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് സവർക്കറുടെ ആ ഒരു ഹിന്ദുരാഷ്ട്ര ആശയത്തോട് ഒരിക്കലും യോജിച്ച ആളായിരുന്നില്ല അംബേദ്കർ എന്നുള്ളത് ഈ വായനയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത് അംബേദ്കർ മുന്നോട്ട് വെച്ച അംബേദ്കർ ചെന്നു ചേർന്ന അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് എത്തിച്ചേർന്ന ബുദ്ധമതത്തെ സംബന്ധിച്ച സങ്കല്പങ്ങളെക്കുറിച്ചാണ്. അതിൽ പ്രധാനമായിട്ട് ഈ അംബേദ്കർ മുസ്ലിം വിരുദ്ധനാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ബുദ്ധിസത്തെ തകർത്തത് മുസ്ലിങ്ങളാണ്, മുസ്ലിം ആക്രമണകാരികളാണ് എന്നൊരു കാര്യം അംബേദ്കർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അംബേദ്കർ മുസ്ലിം വിരുദ്ധനാണ്. ഹിന്ദുത്വവാദികളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അവരെ വായന അവിടെ കൊണ്ട് നിർത്തി എന്നുള്ളതാണ്. നമ്മൾ ബാക്കി കൂടി വായിക്കാൻ തയ്യാറാവണം. റവല്യൂഷൻ ആൻഡ് കൗണ്ടർ റവല്യൂഷൻ ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ, അതിൻ്റെ 7-ാമത്തെ അധ്യായം.
അതുപോലെ ദ ട്രയംഫ് ഓഫ് ബ്രാഹ്മണിസം, റെജിസൈഡ് ഓഫ് ദി ബർത്ത് ഓഫ് കൗണ്ടർ റെവല്യൂഷൻ, അതിന്റെ പേജ് 274. അതിൽ അംബേദ്കർ ഇങ്ങനെ എഴുതുന്നുണ്ട്: ജനങ്ങളുടെ സാമൂഹികവും ആത്മീയവുമായ ജീവിതത്തിൽ തീർത്ത പ്രത്യാഘാതത്തിന്റെ വെളിച്ചത്തിൽ ബുദ്ധിസ്റ്റ് ഇന്ത്യക്ക് മേൽ ബ്രാഹ്മണ്യം നടത്തിയ കടന്നാക്രമങ്ങളുടെ ഫലം അതീവ ഗാഢമായിരുന്നു. അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഹിന്ദു ഇന്ത്യക്ക് മേൽ മുസ്ലിം ആക്രമണങ്ങൾ തീർത്ത ഫലം തികച്ചും ഉപരിപ്ലവവും താൽക്കാലികവുമായിരുന്നു. ഫലം തികച്ചും ഉപരിപ്ലവവും താൽക്കാലികവുമായിരുന്നു. ക്ഷേത്രങ്ങൾ, മഠങ്ങൾ ഇത്യാദി ഹിന്ദുമതത്തിന്റെ ബാഹ്യമായ അടയാളങ്ങൾ മാത്രമേ മുസ്ലിം ആക്രമണകാരികൾ നശിപ്പിച്ചിരുന്നുള്ളൂ. അവർ ഹിന്ദുമതത്തെ പുറന്തള്ളുകയോ ജനങ്ങളുടെ ആത്മീയ ജീവിതത്തെ ഭരിച്ചിരുന്ന ഏതെങ്കിലും തത്വമോ സിദ്ധാന്തമോ അട്ടിമറിക്കുകയോ ചെയ്തില്ല. ഹിന്ദുത്വവാദികളുടെ വാദം എന്ന് പറയുന്നത് ഹിന്ദുമതത്തെ പുറന്തള്ളി, ജനങ്ങളുടെ ഹിന്ദുമത ആത്മീയതയെ പുറന്തള്ളി എന്നൊക്കെയാണല്ലോ വാദം. അംബേദ്കർ വളരെ കൃത്യമായി പറയുന്നുണ്ട്, അവർ ഹിന്ദുമതത്തെ പുറന്തള്ളുകയോ ജനങ്ങളുടെ ആത്മീയ ജീവിതത്തെ ഭരിച്ചിരുന്ന ഏതെങ്കിലും തത്വമോ സിദ്ധാന്തമോ അട്ടിമറിക്കുകയോ ചെയ്തില്ല. എന്നാൽ ബ്രാഹ്മണ്യത്തിന്റെ ആക്രമണ ഫലമായി 1 നൂറ്റാണ്ടായി ബുദ്ധമതം ആത്മീയ ജീവിതത്തിന്റെ നിത്യസത്യങ്ങളായി പ്രചരിപ്പിക്കുകയും ബഹുജനങ്ങൾ ജീവിതശൈലിയായി സ്വീകരിക്കുകയും ചെയ്തിരുന്ന തത്വങ്ങൾ പാടെ മാറ്റപ്പെടുകയാണ് ഉണ്ടായത്. അപ്പൊ ബുദ്ധിസത്തെ സമ്പൂർണമായി തകർത്തത് ബ്രാഹ്മണിസമാണെന്നാണ് അംബേദ്കർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. മുസ്ലിം ആക്രമണകാരികൾ വെള്ളമിളക്കിയതേ ഉള്ളൂ, അതും അല്പനേരത്തേക്ക്. അതിനുശേഷം അവർക്ക് ആ ഇളക്കലിൽ ക്ഷീണം തോന്നുകയും പ്രക്രിയ ഉപേക്ഷിക്കുകയും ചെയ്തു. ഊറൽ അടിയാൻ സമയം കിട്ടി. അവർ ഒരിക്കലും കുട്ടിയെ, ഹിന്ദുമതത്വങ്ങളെ കുട്ടി എന്ന് വിശേഷിപ്പിക്കാമെങ്കിൽ കുളിത്തൊട്ടിയിൽ നിന്ന് എടുത്തു പുറത്തെറിഞ്ഞില്ല. ബുദ്ധമതവുമായുള്ള സംഘട്ടനത്തിൽ ബ്രാഹ്മണ്യം സമ്പൂർണ്ണ വിജയം നേടി. ബുദ്ധ ശിശുവോടുകൂടി കുളിത്തൊട്ടിയാകെ ശൂന്യമാക്കി സ്വന്തം വെള്ളം നിറച്ച് സ്വന്തം കുഞ്ഞിനെ വെച്ചു എന്ന് അംബേദ്കർ വളരെ കൃത്യമായിട്ട് എഴുതുന്നുണ്ട്. തന്നെ ഇവിടെ ആക്രമണകാരികൾ എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളെ മൊത്തത്തിലല്ല അംബേദ്കർ ആക്രമണകാരികൾ എന്ന് വിശേഷിപ്പിക്കുന്നു എന്നുള്ളതും ശ്രദ്ധിക്കണം. ഇത് മലബാർ കലാപത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഇങ്ങനെ തന്നെ. ഒരു ജനവിഭാഗത്തെ ആകെ അദ്ദേഹം ആക്രമണകാരികൾ എന്ന് വിശേഷിപ്പിക്കുകയല്ല. ഹിന്ദുത്വവാദികൾ ചെയ്യുന്ന എന്താണ്? ഹിന്ദുത്വവാദികൾ ഒരു ജനതയെ ആകെ ആക്രമണകാരികൾ എന്ന് വിശേഷിപ്പിക്കുകയാണ്. ഡോക്ടർ ബി ആർ അംബേദ്കർ ഒരു ജനവിഭാഗത്തെ ആകെ ആക്രമണകാരികൾ എന്ന് വിശേഷിപ്പിച്ചിട്ടേ ഇല്ല. അത് ഈ അദ്ദേഹത്തിന്റെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ള വാദങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഈ പാകിസ്ഥാൻ ഓർ ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഈ ബുർക്കയെ സംബന്ധിച്ച പരാമർശത്തിന് ശേഷം വരുന്ന എഴുത്തുകളിൽ എന്താണ് പറയുന്നത്? മുസ്ലിങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ഹിന്ദു വംശീയവാദികളാണെന്ന് തന്നെ വളരെ കൃത്യമായിട്ട് അംബേദ്കർ എഴുതിയിട്ടുണ്ട്. എന്നിട്ടും പറയുകയാണ് അംബേദ്കർ മുസ്ലിം വിരുദ്ധനാണ്. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന ഈ വേർതിരിവിനും അവർ തന്നെ ഒരു അടഞ്ഞ വർഗമായി തീരുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയിൽ നിലനിൽക്കുന്ന ബ്രാഹ്മണ്യ സമത്വ വ്യവസ്ഥയാണ് എന്ന നിഗമനത്തിലാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ എഴുതി ചേർത്തിട്ടുള്ള പുസ്തകത്തിൽ. ഹിന്ദുത്വവാദികൾ ഒരിക്കലും പറയാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യമുണ്ട്. അതും പാകിസ്ഥാൻ ഓർ ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യയിലാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നത്, ഹിന്ദുരാജ് ഒരു വാസ്തവമായാൽ അത് ഈ രാജ്യത്തിന് ഏറ്റവും വലിയ ദുരന്തമായിരിക്കാം എന്നതിൽ സംശയമില്ല. എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഓർ ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യയിൽ ഈ വാചകം ഹിന്ദുത്വവാദികൾ പറയാത്തത്? ഹിന്ദുക്കൾ എന്ത് പറഞ്ഞാലും ശരി, ഈ ഹിന്ദുക്കൾ എന്ന് അംബേദ്കർ പറയുന്നത് ഇന്നത്തെ ഈ പറയുന്ന ദളിതരെയും ആദിവാസികളെ എല്ലാം കൂടെ ചേർന്ന ഹിന്ദുക്കളെ അല്ല കേട്ടോ, ജാതി ഹിന്ദുക്കളെ, കാസ്റ്റ് ഹിന്ദുസിനെയാണ് അംബേദ്കർ ഉദ്ദേശിക്കുന്നത്. ഹിന്ദുക്കൾ എന്ത് പറഞ്ഞാലും ശരി, ഹിന്ദുമതം സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയ്ക്ക് വലിയൊരു വിപത്താണ്. അതുകൊണ്ട് അത് ജനാധിപത്യവുമായി തീരെ യോജിച്ചു പോവില്ല. ഹിന്ദുരാജ് എന്ത് വില കൊടുത്തും തടയണം. പല രാജ്യങ്ങളിലും ഭൂരിപക്ഷ ന്യൂനപക്ഷ പ്രശ്നമുണ്ട്, പക്ഷെ എവിടെയും ഒരു സാമുദായിക വാഴ്ച വന്നിട്ടില്ല എന്ന് വളരെ കൃത്യമായിട്ട് അംബേദ്കർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ഹിന്ദുരാജ് ഒരു വാസ്തവമായാൽ അത് ഈ രാജ്യത്തിന് ഏറ്റവും വലിയ അപകടമായിരിക്കും എന്ന് പ്രവാചക തുല്യമായ സന്ദേശം നൽകി ഡോക്ടർ ബി ആർ അംബേദ്കർ. അത് ഈ പുസ്തകത്തിൽ തന്നെ, ഈ പുസ്തകത്തിന്റെ അവസാനം കൺക്ലൂഷനിൽ അംബേദ്കർ പറയുന്നുണ്ട് ഹിന്ദുസ്ഥാൻ, പാകിസ്ഥാൻ എന്ന് 2 വാചകങ്ങൾ അംബേദ്കർ ഉപയോഗിക്കുന്നത്. അതിൽ പറയുന്നുണ്ട് ഹിന്ദുസ്ഥാനും പാകിസ്ഥാനും 2 ശത്രുരാജ്യങ്ങളല്ല, സാഹോദര്യ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കണം ഹിന്ദുസ്ഥാനും പാകിസ്ഥാനും നിലകൊള്ളേണ്ടത് എന്ന് പറയുന്ന അടിസ്ഥാനമായ ഒരു സാഹോദര്യ രാഷ്ട്രീയത്തിന്റെ അഗാധമായ രാഷ്ട്രീയ തത്വചിന്തയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ മുന്നോട്ട് വെക്കുന്നത്. ഇവിടെ നമ്മൾ ഒന്നുകൂടി ഇഴ പിരിച്ചു പരിശോധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ അംബേദ്കറെ കേവലം ഒരു മതവിമർശകനായിട്ടാണ് ചിത്രീകരിക്കുന്നത്. പാകിസ്ഥാൻ ഓർ ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം മുസ്ലിങ്ങളെ വിമർശിക്കാനോ ഇസ്ലാം മതത്തെ വിമർശിക്കാനോ ഉണ്ടായ പുസ്തകമല്ല.
അത് അന്നത്തെ രാഷ്ട്രീയ പ്രതിസന്ധിയുടെ പരിഹാരം കാണുന്ന ഒരു പുസ്തകമാണ്. എന്ന് പറഞ്ഞാൽ ആ പുസ്തകം എഴുതിയ അംബേദ്കർ ഒരു രാഷ്ട്രീയ തത്വചിന്തകനാണ്, അല്ല മതവിമർശകനല്ല. തന്നെയല്ല, ഇസ്ലാമിനെ സംബന്ധിച്ച് ഒരു തരത്തിൽ ഈ പരിഷ്കരണം സാധ്യമാണ്, മതത്തിനുള്ളിൽ പരിഷ്കരണം സാധ്യമാണ്. പരിഷ്കരണം സാധ്യമല്ല എന്ന് അംബേദ്കർ എവിടെയും പറഞ്ഞിട്ടില്ല. തന്നെയല്ല, നമ്മൾ കുറച്ചുകൂടെ ആഴത്തിൽ പരിശോധിച്ച് കഴിയുമ്പോൾ തിരിച്ചറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 1929 മാർച്ച് 15 അംബേദ്കർ ബഹിഷ്കൃത ഭാരതത്തിൽ എഴുതുന്നത്, മതം മാറാൻ ആഗ്രഹിക്കുന്നവർ ഇസ്ലാം മതത്തിലേക്ക് മാറുകയാവും നല്ലത് എന്ന് ബഹിഷ്കൃത ഭാരതത്തിൽ അദ്ദേഹം എഴുതുന്നുണ്ട്. മതപരിവർത്തനത്തെ സംബന്ധിച്ച സംവാദങ്ങൾ നടന്നു വരുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് അംബേദ്കർ ഇങ്ങനെ പറയുന്നത്. പക്ഷെ ഇക്കാര്യം ആരും പറയാറില്ല. 1929 മാർച്ച് 15 ബഹിഷ്കൃത ഭാരതത്തിൽ വളരെ കൃത്യമായിട്ട് എഴുതുന്നുണ്ട്. പക്ഷേ ആത്യന്തികമായിട്ട് അദ്ദേഹം എത്തിച്ചേരുന്ന നിഗമനം ബുദ്ധിസത്തിലേക്ക് പരിവർത്തനം ചെയ്യുക എന്നുള്ളത്. അതിന് ഒരുപാട് രാഷ്ട്രീയ കാരണങ്ങളും പല കാരണങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഇത് പറയാൻ കാരണം, ഇത് എടുത്തു പറയാൻ കാരണം, അംബേദ്കർ പാകിസ്ഥാൻ പുസ്തകത്തിൽ, പാകിസ്ഥാൻ ചിന്തകൾ പങ്കുവെക്കുന്ന പുസ്തകത്തിൽ ഒരു മതവിമർശനമല്ല നടത്തുന്നത്. ഒരു രാഷ്ട്രീയ തത്വചിന്തകൻ എന്ന നിലയ്ക്ക്, ഒരു രാഷ്ട്രീയ വൈജ്ഞാനിക അന്വേഷിതാവ്, സത്യാന്വേഷക എന്ന നിലയ്ക്കുള്ള ചിന്തകളാണ് പങ്കുവെക്കുന്നത്. ഇത് പങ്കുവെക്കുന്നതിന് അടിസ്ഥാന കാരണം കൂടിയുണ്ട്. എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം വേണ്ടത് എന്ന ചിന്തയിലേക്ക് കടന്നു പോകുമ്പോൾ ഈ സംഘർഷം അവസാനിപ്പിക്കുക, സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുക, ഈ സംഘർഷത്തിന് ഒരു പരിഹാരമാവുമെങ്കിൽ ആയിക്കോട്ടെ എന്ന നിലയ്ക്ക് കൂടി നമുക്കതിനെ കാണാൻ കഴിയണം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് ഒന്നും കൂടി മടങ്ങി വന്നാൽ, ഡോക്ടർ ബി ആർ അംബേദ്കർ നടത്തുന്ന വിമർശനം എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ ആകമാനം വംശീയ ഉന്മൂലനത്തിന് ഭാഗവാക്കാക്കുക, അല്ലെങ്കിൽ അവരെ വംശീയ ഉന്മൂലനത്തിലേക്ക് തള്ളിവിടുക എന്ന ലക്ഷ്യത്തിന്മേലല്ല. അവിടെ പരിഷ്കരണം സാധ്യമാണ്. പക്ഷേ ഹിന്ദുയിസത്തിൽ പരിഷ്കരണം സാധ്യമല്ല. അംബേദ്കർ പറയുന്നുണ്ട്, ഹിന്ദു മതം എന്ന് പറയുന്നത് ഒരു മതമല്ല, അത് ജാതികളുടെ ഒരു കൂട്ടം മാത്രമാണ്. അംബേദ്കർ പറയുന്ന ഒരു വാചകം ഞാൻ നിരന്തരം ഉന്നയിക്കാറുണ്ട്, ഉദ്ധരിക്കാറുണ്ട്. അത് അനിഹിലേഷൻ ഓഫ് കാസ്റ്റിൽ പറയുന്നതാണ്. ഏതൊരു യുക്തിയെ നിഷേധിക്കുന്ന, ധാർമ്മികതയുടെ ഏതൊരു ഭാഗവും നിഷേധിക്കുന്ന വേദങ്ങളും ശാസ്ത്രങ്ങളും ഡൈനാമിറ്റ് വെച്ച് തകർക്കണമെന്നാണ് അംബേദ്കർ പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? അത് ഉന്മൂലനം ചെയ്യപ്പെടേണ്ടതാണ്. ഇത് വ്യവസ്ഥയെ സംബന്ധിച്ചാണ് അംബേദ്കർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഹിന്ദുയിസത്തോടുള്ള അംബേദ്കറിന്റെ വിമർശനം കേവലം ഒരു മതവിമർശനമല്ല. നമ്മുടെ കേരളത്തിലെ ആണെങ്കിലും ഇന്ത്യയിലെ ആണെങ്കിലും ബുദ്ധിജീവികൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഹിന്ദുയിസത്തോടുള്ള അംബേദ്കറുടെ വിമർശനം മതവിമർശനമാണെന്നാണ് ഇവർ ചുരുക്കി വായിക്കുന്നത്. യഥാർത്ഥത്തിൽ ഹിന്ദുയിസത്തോടുള്ള വിമർശനം ഒരു വ്യവസ്ഥയോടുള്ള വിമർശനമാണ്. അതായത് പൊളിറ്റിക്കൽ ഫിലോസഫർ എന്ന നിലയിൽ അംബേദ്കർ വായിക്കുന്നില്ല എന്നുള്ളിടത്താണ് ഈ പ്രശ്നം കിടക്കുന്നത്. അംബേദ്കറെ കേവലം മതവിമർശകനായിട്ട് ചുരുക്കി വായിക്കുന്നു. അംബേദ്കർ ഒരിക്കലും ഒരു മതവിമർശകന്റെ നിലയിലല്ല ഈ കാര്യങ്ങളെ സമീപിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ബ്രാഹ്മണിസത്തെ വിമർശിക്കുമ്പോൾ അംബേദ്കർ ഒരു മതവിമർശനം നിലയ്ക്കല്ല ഇതിനെ കാണുന്നത്. ഇന്ത്യയെ ആകപ്പാടെ വിഴുങ്ങിയിരിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ എന്ന നിലയ്ക്കാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ബ്രാഹ്മണിസത്തെ കാണുന്നത്. അതുകൊണ്ട് ബ്രാഹ്മണ്യത്തെ ഡോക്ടർ ബി ആർ അംബേദ്കർ നിർവചിക്കുന്നുണ്ട്. അംബേദ്കർ പറയും, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയുടെ നിഷേധ സ്ഥാനമാണ് ബ്രാഹ്മണ്യം എന്ന് പറയുന്നുണ്ട്. അത് കേവലം ഒന്നോ രണ്ടോ പേരായിട്ടുള്ള കുറച്ച് ബ്രാഹ്മണരെ മുൻനിർത്തിയുള്ളതല്ല അംബേദ്കറിന്റെ വിമർശനം. ആളുകൾ പൊതുവെ തെറ്റിദ്ധരിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ നമ്പൂതിരിമാർക്കെതിരെയുള്ള വിമർശനമാണ്, സവർണർക്കെതിരെയുള്ള വിമർശനം. അങ്ങനെയല്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അയ്യങ്കാളി തൻ്റെ കുട്ടികളുമായിട്ട് സ്കൂളിലേക്ക് പ്രവേശിച്ചപ്പോൾ ഊന്നുപാറ പണിക്കർ ബോധം കെട്ടു വീണു. ഊന്നുപാറ പണിക്കർ ഒരു പ്രതീകം മാത്രമാണ്. ഊന്നുപാറ പണിക്കർ എന്ന് പറയുന്ന സവർണൻ ബോധം കെട്ട് വീഴുമ്പോൾ ആ സവർണന്റെ ഒരു പ്രശ്നമായിട്ട് മാത്രം നമ്മൾ അത് ചുരുക്കി കാണരുത്. മറിച്ച് ഊന്നുപാറ പണിക്കരെ വിഴുങ്ങിയിരിക്കുന്ന ജാതിമേൽക്കോയ്മ മനോഭാവം, ബ്രാഹ്മണ്യ വംശീയ മനോഭാവമാണ് അദ്ദേഹം ബോധം കെട്ട് വീഴാൻ കാരണം. എന്ന് പറഞ്ഞാൽ ഈ ബ്രാഹ്മണ്യത്തിന്റെ ഇരയാണ് ഊന്നുപാറ പണിക്കർ എന്നർത്ഥം. ഇന്ത്യയിലെ ബ്രാഹ്മണ്യത്തിന്റെ ഇരകളാണ് ഇന്ത്യയിലെ സവർണർ, ഇന്ത്യയിലെ സവർണ സ്ത്രീകൾ. ഈ ബ്രാഹ്മണ്യത്തിന്റെ ഇരകളായിട്ട് അവർ നിൽക്കുക. ഈ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഇല്ലെങ്കിൽ ഈ പറയുന്ന സവർണരെ മുൻനിർത്തിയുള്ള വിമർശനമായിട്ട് ഇതിനെ ചുരുക്കി വായിക്കാൻ സാധ്യത. അങ്ങനല്ല. ബ്രാഹ്മണ്യം എന്ന് പറയുന്ന അംബേദ്കർ വളരെ ആഴത്തിൽ തിരിച്ചറിഞ്ഞതുപോലെ സ്വാതന്ത്ര്യത്തിന്റെയും സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും നിഷേധ സ്ഥാനമാണ്. അത് ഈ ഒരു കാര്യം തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് മനുസ്മൃതി കത്തിക്കുന്ന അവസരത്തിൽ സഹസ്രബുദ്ധ എന്ന് പറയുന്ന ബ്രാഹ്മണന് മനുസ്മൃതി കത്തിക്കാൻ കൂടിയിരുന്നു. ബ്രാഹ്മണരായിട്ടുള്ള ആൾക്കാരാണ് അംബേദ്കർ മനുസ്മൃതി കത്തിച്ച അവസരത്തിൽ മനുസ്മൃതിയിലെ
ജനാധിപത്യ വിരുദ്ധമായ, സമത്വ വിരുദ്ധമായ, സാഹോദര്യ വിരുദ്ധമായ ശ്ലോകങ്ങൾ അവിടെ ആലപിച്ചത് സഹസ്രബുദ്ധി ഉൾപ്പെടെയുള്ള ബ്രാഹ്മണരാണ്. ഉം. സൂരജന്റെ ഈ ബ്രാഹ്മണരെ അംബേദ്കറൈറ്റ് ബ്രാഹ്മണർ എന്നാണ് വിളിക്കുന്നത്. ഉം. അംബേദ്കറൈറ്റ് ബ്രാഹ്മണർ. അപ്പം ഇത് തിരിച്ചറിയുന്ന ബ്രാഹ്മണരും ഉണ്ട്. അപ്പോൾ ഡോക്ടർ ബി ആർ അംബേദ്കർ മുന്നോട്ട് വെച്ച ചിന്ത എന്താണ്? അത് സവർണരെ ശത്രുതാ മനോഭാവത്തോടുകൂടി എതിർസ്ഥാനത്ത് നിർത്തുന്ന ജനാധിപത്യ ചിന്തയല്ല ഡോക്ടർ ബി ആർ അംബേദ്കർ മുന്നോട്ട് വെച്ചത്. ഇന്ത്യയിലെ സവർണ അവർണ ഭേദമന്യേ മുഴുവൻ മനുഷ്യരെയും ജനാധിപത്യ ചിന്തകളുടെ പുതിയ വാതായനങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തുന്ന പുതിയൊരു രാഷ്ട്രീയ ചിന്തയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പകർന്നു വെച്ചത്. അല്ലാതെ സവർണരും അവർണരും കൂടെ പരസ്പരം തമ്മിലടിക്കുന്ന, അവരെ ഇരു ചേരികളിൽ നിർത്തി പരസ്പരം തർക്കത്തിൻ്റെയും വിതർക്കത്തിൻ്റെയും ചേരികളിലേക്ക് അകറ്റി നിർത്തുന്ന രാഷ്ട്രീയ തത്വചിന്തയല്ല അംബേദ്കറിസം. ഒരു പൊതുബോധം അംബേദ്കറെ കുറിച്ച് ഉള്ളതിന്റെ ഒരു പ്രശ്നം കൂടിയാണ്. അപ്പോൾ അതെ. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു പൊളിറ്റിക്കൽ ഫിലോസഫറായി അദ്ദേഹത്തെ കാണുന്നില്ല എന്നുള്ളതും, അതുപോലെ തന്നെ ദളിതർക്ക് വേണ്ടിയും ആദിവാസികൾക്ക് വേണ്ടിയും മാത്രം സംസാരിക്കുന്ന ഒരാളായിട്ട് ചിത്രീകരിക്കുകയും കൂടെ ചെയ്യുമ്പോഴാണ് ഈ അംബേദ്കറെ ഒരു വശത്തു കൂടി മാത്രം വായിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് അതെ. തോന്നുന്നു. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ മുൻപ് സംസാരിച്ചതുപോലെ തന്നെയുള്ള അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ അവിടെയുണ്ട്. മുസ്ലിം വിമർശനമുണ്ട്, അതുപോലെ തന്നെ ഹിന്ദു വിമർശനമുണ്ട്. അപ്പോഴും ഈ വിമർശനങ്ങളെ ഈ അംബേദ്കറിനെ പഠിക്കുന്നവർ ഏറ്റെടുക്കുന്നില്ല എന്നുള്ളൊരു പരാതി കൂടിയുണ്ട്. അതിനെ ഏത് തരത്തിലാണ് അഡ്രസ് ചെയ്യുന്നത്? അംബേദ്കറൈറ്റുകൾ ഏറ്റെടുത്തില്ല എന്നുള്ളത് ചരിത്രവിരുദ്ധമായ കാര്യമാണ്. ഇപ്പൊ വിനയ് കത്യാർ 2003 ഈ പരാമർശമായിട്ട് രംഗത്ത് വന്നപ്പോൾ തന്നെ, അംബേദ്കർ ഒരു മുസ്ലിം വിരുദ്ധനാണ് എന്ന പരാമർശമായിട്ട് രംഗത്ത് വന്നപ്പോൾ തന്നെ, അംബേദ്കറെ പറ്റി ആഴത്തിൽ പഠിച്ച കാഞ്ചായിലെയും അതുപോലെ തന്നെ ഗെയിലോം വേദും ഒക്കെ രംഗത്ത് വന്നിരുന്നു. സന്ദീപ് പെൻസയെ പോലെയുള്ള ആളുകൾ, മായാവതി തന്നെ അന്ന് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഡോക്ടർ അസ്ഗർ അലി എഞ്ചിനീയർ അന്ന് വളരെ വിപുലമായ ലേഖനം എഴുതി. അപ്പൊ അംബേദ്കറൈറ്റുകൾ മാത്രമല്ല രംഗത്ത് വന്നിട്ടുള്ളൂ, അംബേദ്കറെ പറ്റി ആഴത്തിൽ പഠിച്ച അസ്ഗറെ പോലെയുള്ള ആളുകളും ലേഖനങ്ങളും പഠനവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പൊ സാമൂഹ്യ ശാസ്ത്രപരമായിട്ടും ചരിത്രപരമായിട്ടും അംബേദ്കറെ പഠിക്കുന്ന ആളുകളെല്ലാം അംബേദ്കർ മുസ്ലിം വിരുദ്ധനാണ് എന്ന് പറയുന്ന പരാമർശത്തോട് വിയോജിച്ചുകൊണ്ട് ശക്തമായ പഠനങ്ങളുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ആനന്ദ് തെൽതുംദയുടെ വളരെ വിഖ്യാതമായ പുസ്തകമുണ്ട് മുസ്ലിങ്ങളും അംബേദ്കറും എന്ന വിഷയത്തെ സംബന്ധിച്ച്. അപ്പൊ ഈ പഠനങ്ങളെല്ലാം കാണിക്കുന്ന അംബേദ്കറുടെ ഈ മുസ്ലിം വിരുദ്ധ പരാമർശം എന്ന് പറയുന്ന സംഗതിയെ സംബന്ധിച്ച് അംബേദ്കറൈറ്റുകളൊന്നും തന്നെ മിണ്ടിയിട്ടില്ല, അല്ലെങ്കിൽ അംബേദ്കർ അങ്ങനെ ഒരു പരാമർശം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് അംബേദ്കർ ഒരു മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിക്കുന്നതിനോട് കടുത്ത ഭാഷയിൽ വിയോജിച്ചുകൊണ്ട് ചരിത്രപരമായ പഠനങ്ങളുമായി രംഗത്ത് വന്ന ആളുകളാണ് കാഞ്ചയും ഗെയിലോം വേദും അതുപോലെ തന്നെ ഈ പറയുന്ന ആനന്ദ് തെൽതുംദെ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ. അപ്പൊ ഈ കാര്യങ്ങൾ കാണാതെയാണ് ഇതെന്തോ ഒരു പുതിയ സംഭവമാണെന്ന് പറയുന്നത്. ഇതൊരു പുതിയ സംഭവമേ അല്ല. ഇത് കാലങ്ങളായിട്ട് ഹിന്ദുത്വം ഇന്ത്യയിൽ പയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്തിനാണ്? ദളിതരെ കൂടി, ആദിവാസികളെ കൂടി, ബഹുജനങ്ങളെ കൂടി മുസ്ലിം വിരുദ്ധരാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് അംബേദ്കറെ മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിക്കുന്നത്. ഇതാണ് ഇതിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഇപ്പോൾ കേരളത്തിൽ അംബേദ്കറെ മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിക്കുന്നു? അതിന്റെ അടിസ്ഥാനപരമായ കാരണം, ഇന്ത്യയുടെ അടിത്തട്ട് സമൂഹത്തിൽ മുസ്ലിം ജനവിഭാഗങ്ങളുമായിട്ട് ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുമായിട്ടുള്ള സാഹോദര്യത്തെ സമ്പൂർണമായിട്ട് തകർത്ത് മുസ്ലിങ്ങൾക്കും അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കിടയിൽ ഒരു തർക്കം സൃഷ്ടിക്കുകയും ഒരു ശത്രുത സൃഷ്ടിക്കുകയും ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു കുടിലമായ രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് അംബേദ്കറെ മുസ്ലിം വിരുദ്ധനായിട്ട് ചിത്രീകരിക്കുന്നത്. കാര്യങ്ങൾ നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ മനസ്സിലാകുന്നത്, അംബേദ്കറിൻ്റെ ആ വിമർശനം അവർ വളരെ ചെറിയ പിക്കിങ് നടത്തി വളരെ കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു ഭാഗം മാത്രം വായിക്കുകയാണ് ചെയ്യുന്നത്. ആ പുസ്തകം മുഴുവൻ വായിക്കാൻ അവർ തയ്യാറാകാത്ത എന്തുകൊണ്ടാണ്? ഹിന്ദുരാജ് ഒരു വാസ്തവമായ അത് ഈ രാജ്യത്തിന് ഏറ്റവും വലിയ അപകടമായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞത് ഈ പുസ്തകത്തിൽ തന്നെ. എന്തുകൊണ്ട് അതിലേക്ക് ആ ചിന്ത ഇവർ പങ്കുവെക്കാത്തത് എന്തുകൊണ്ടാണ്? പാകിസ്ഥാനും ഹിന്ദുസ്ഥാനും പരസ്പരം സാഹോദര്യത്തിന്റെ ഒരു രാഷ്ട്രീയ തത്വചിന്ത പരസ്പരം പകർന്ന് ജീവിക്കണം എന്ന് അംബേദ്കർ പറഞ്ഞതിനെ പറ്റി എന്തുകൊണ്ടാണ് ഇവർ പറയാത്തത്? അപ്പം ഇസ്ലാം ഹിന്ദു എന്ന് പറയുന്ന രണ്ട് രാഷ്ട്രീയ സംജ്ഞയെ, രണ്ട് സാമൂഹ്യ ഗണത്തെ ശത്രുതാപൂർവം നിലനിൽക്കുന്ന ഗണമായല്ല, സാമൂഹ്യ ഗണമായല്ല അംബേദ്കർ കണ്ടത്. സാഹോദര്യത്തിന്റെ എലമെന്റുകൾ അംബേദ്കർ കണ്ടെത്തുകയും ആ സാഹോദര്യത്തിന്റെ രാഷ്ട്രീയം നിലനിൽക്കേണ്ടതായിട്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ കാണുകയും ചെയ്തു എന്നുള്ളതാണ്. സർവോപരി കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ അന്നത്തെ രാഷ്ട്രീയ കക്ഷികൾ ഡോക്ടർ ബി ആർ അംബേദ്കർ അകറ്റി നിർത്താൻ ശ്രമിച്ചപ്പോൾ മുസ്ലിം ലീഗാണ് ഡോക്ടർ ബി ആർ അംബേദ്കറെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുത്തത് എന്നുള്ള ഒരു രാഷ്ട്രീയ ചരിത്രം കൂടി നമ്മൾ കാണാതെ പോകരുത്. എന്തുകൊണ്ടാണ് ഹിന്ദു വംശീയവാദികൾ അന്ന് അംബേദ്കറെ തിരഞ്ഞെടുക്കാതിരുന്നത്? അത് നമ്മൾ കാണണമല്ലോ. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് അംബേദ്കർ വലിയ മുസ്ലിം വിരുദ്ധനാണ് എന്ന് പറയുന്നവർ ആ രാഷ്ട്രീയ സന്ദർഭത്തെ പറ്റി പറയാത്തത് എന്തുകൊണ്ടാണ്?
ഒരു മുസ്ലിം ലീഗ് വേണ്ടി വന്നു ഡോക്ടർ ബി ആർ അംബേദ്കറെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുത്ത് അയക്കാൻ എന്നുള്ളത് ഹിന്ദു വംശീയവാദികളുടെ, ബ്രാഹ്മണ്യ വംശീയവാദികളുടെ മനോഭാവം എന്താണെന്ന് തെളിയിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഈ ഹിന്ദു വംശീയവാദം നമ്മൾ പറയുമ്പോൾ കുറച്ച് ആഴത്തിൽ അതൊന്ന് ഇഴവിരിച്ച് വായിക്കേണ്ടതായിട്ട്, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കാനുള്ള ഒരു വലിയ സാധ്യതയുണ്ട്. നാരായണ ഗുരുസ്വാമികൾ പറയുന്നുണ്ട് ഹിന്ദു മതം എന്നൊരു മതമേ ഇല്ലല്ലോ. അങ്ങനെ പറയാൻ കാരണം എന്താണ്? അത് അംബേദ്കർ പറഞ്ഞതുപോലെ അത് ജാതികളുടെ കൂട്ടം മാത്രമാണ് എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കറെ പോലെ തന്നെ നാരായണ ഗുരുസ്വാമികൾ വളരെ ആഴത്തിൽ തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അംബേദ്കറെ പോലെ തന്നെ ഇക്കാര്യം കേരളത്തിൽ മനസ്സിലാക്കിയ ഒരാളാണ് നാരായണ ഗുരുസ്വാമികൾ. വളരെ ആഴത്തിൽ എഡ്യൂക്കേറ്റ്, അജിറ്റേറ്റ്, ഓർഗനൈസ് എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞതുപോലെ തന്നെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവാനും സംഘടിച്ച് ശക്തരാകുവാനും വ്യവസായം കൊണ്ട് അഭിവൃദ്ധി നേടുവാനും നാരായണ ഗുരുസ്വാമികൾ ഒരു ജനതയെ ഉപദേശിച്ചു. ഗുരുസ്വാമികൾ പറഞ്ഞു, നാം ജാതിമത ഭേദങ്ങൾ വിട്ടിട്ട് ഇപ്പോൾ ഏതാനും സംവത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. കൊല്ലം പട്ടത്താനത്ത് അച്യുതൻ മേസ്തരിയുടെ പുതുതായി പണികഴിപ്പിച്ച മന്ദിരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞത്, നാം ജാതിമത ഭേദം വിട്ടിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം നമുക്ക് ഏതെങ്കിലും പ്രത്യേക ജാതിയുമായും മതവുമായും യാതൊരു പ്രത്യേക മമതയും ഇല്ല എന്നുള്ളതാണ്. ഹിന്ദുക്കൾ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് അവർക്ക് വേണ്ടി നാം ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത്. നോക്കൂ ഗുരുവിന്റെ വാക്യങ്ങൾ. ഹിന്ദുക്കൾ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് അവർക്ക് വേണ്ടി നാം ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത്. അതുപോലെ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും വേണ്ടി എന്തും ചെയ്യുന്നതിന് നമുക്ക് സന്തോഷമേയുള്ളൂ, നമുക്ക് സന്തോഷമേയുള്ളൂ എന്നാണ് നാരായണ ഗുരുസ്വാമികൾ പറയുന്നത്. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, കേരളത്തിൽ ഈ സാമൂഹ്യ സാഹോദര്യത്തിന്റെ ഒരു ആശയം ഉയർത്തിപ്പിടിച്ചത് അപരപ്രിയം എന്ന് പറയുന്ന തത്വത്തിലൂടെ നാരായണ ഗുരുസ്വാമികളാണ്. ഗുരുസ്വാമികളുടെ അപരപ്രിയത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. ആ അപരപ്രിയം എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിലെ ചില ഹിന്ദുത്വവാദികൾ ശങ്കരാചാര്യരുടെ അദ്വൈത സിദ്ധാന്തവുമായിട്ട് അതിനെ വിളക്കിച്ചേർക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഗുരുസ്വാമികളുടെ അപരപ്രിയം എന്ന് പറയുന്ന ആശയത്തിന് അദ്വൈത വേദാന്തത്തിന് യാതൊരു പൊരുത്തവുമില്ല. ഇപ്പൊ തത്വമസി അഹം ബ്രഹ്മാസ്മി ഒക്കെ പറയുമ്പോൾ ഞാനും നീ ഒന്നാണെന്നാ പറയുന്നത്. അപ്പൊ അപരനില്ല അവിടെ. നമ്മളിൽ നിന്ന് വേറിട്ട അസ്തിത്വത്തെ അത് അംഗീകരിക്കുന്നില്ല, അദ്വൈത വേദാന്തം അംഗീകരിക്കുന്നില്ല. പക്ഷെ ഗുരുവിന്റെ അപരപ്രിയത്വം എന്ന് പറയുന്ന ആശയം തന്നിൽ നിന്ന് വേറിട്ട അസ്തിത്വത്തെ അംഗീകരിച്ചുകൊണ്ട് അയാളുടെ പ്രിയത്തിന് വേണ്ടി ജീവിക്കാൻ നമ്മെ പ്രാപ്തമാക്കുന്നു എന്നുള്ളതാണ് ഗുരുവിന്റെ അപരപ്രിയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ അസ്തിത്വത്തെ അംഗീകരിച്ചുകൊണ്ട് അയാളെ സ്നേഹിക്കാനും അയാളെ ഉൾക്കൊള്ളാനുമുള്ള ഒരു സാഹോദര്യ മനോഭാവത്തെ ഗുരു വിടർത്തിയെടുത്തു. മറ്റേതങ്ങനല്ല, അപരമില്ല. ഗുരു അപരത്തെ കാണുന്നു, തന്നിൽ നിന്ന് വേറിട്ടൊരു അസ്തിത്വം ഉണ്ടെന്ന് കാണുന്നു. പക്ഷേ ആ തത്വത്തെ, ആ അസ്തിത്വത്തിലേക്ക് ഒരു തുറന്ന വാതിൽ വേണമെന്ന് ഗുരു കാണുന്നു. അതുകൊണ്ട് ഗുരുവിന്റെ അപരപ്രിയം എന്ന് പറയുന്ന ആശയം ശങ്കരാചാര്യരുടെ അദ്വൈത സിദ്ധാന്തമായിട്ട് യാതൊരു പൊരുത്തവുമില്ല. ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം, കേരളത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കറെ പോലെ തന്നെ ഈ സാമൂഹ്യ സാഹോദര്യത്തിന്റെ ഒരു ആശയം ഉയർത്തിപ്പിടിച്ച ആളാണ് നാരായണ ഗുരുസ്വാമികൾ എന്നുള്ളതാണ്. കേരളത്തിൽ ഈ സാമൂഹ്യ സാഹോദര്യത്തിന്റെ ആശയത്തിന്റെ പതാകവാഹകനാണ് ഗുരുസ്വാമികൾ. അത് ഇപ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു, അംബേദ്കറെ മുസ്ലിം വിരുദ്ധനാക്കാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ നാരായണ ഗുരുസ്വാമികളുടെ ഈ ഒരു ചിന്തയെ കൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ഇതിനോട് ചേർത്ത് വെച്ച് വായിക്കാവുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ട്. അതായത് അംബേദ്കറെ പിൻപറ്റുന്നവർ, അംബേദ്കറിന്റെ ആശയങ്ങളെ പിൻപറ്റുന്നവർ അദ്ദേഹത്തെ അന്ധമായി പിന്തുടരുക മാത്രമാണ് ചെയ്യുന്നത്, അംബേദ്കറെ വിമർശന വിധേയമാക്കുന്നില്ല എന്നുള്ളൊരു വിഷയം ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. അതായത് അംബേദ്കർ വിമർശനാതീതനാണോ എന്നുള്ളതാണ് ചോദ്യം. ഏതൊരു തത്വചിന്തകൻ എന്നതുപോലെ തന്നെ, ഏതൊരു രാഷ്ട്രീയ ചിന്തകൻ എന്നതുപോലെ തന്നെ, ഏതൊരു സാംസ്കാരിക പഠിതാവ് എന്നതുപോലെ തന്നെ ഡോക്ടർ ബി ആർ അംബേദ്കർ വിമർശനാതീതമായ വിഗ്രഹമൊന്നുമല്ല. അതൊരു സാമൂഹിക യാഥാർത്ഥ്യമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് അംബേദ്കർ ജനാധിപത്യത്തിന്റെ പ്രത്യാശയുടെ മഹത്തായ പതാകവാഹകനായി മാറുന്നത് എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത്. ഇന്ത്യയിലെ മുഴുവൻ അധസ്ഥിത ജനവിഭാഗങ്ങൾക്കും, തകർക്കപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട മുഴുവൻ ജനവിഭാഗങ്ങളുടെയും ആശാബിംബമായി ഡോക്ടർ ബി ആർ അംബേദ്കർ നിലനിൽക്കുന്നുണ്ട്. അത് ഇന്ത്യയിൽ മാത്രമല്ല, ആഗോള അടിസ്ഥാനത്തിൽ തന്നെ. ലോകത്തൊരു സർവകലാശാലയിലാണല്ലോ ഗാന്ധിയുടെ പ്രതിമമായിട്ട് ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ പ്രതിമ സ്ഥാപിച്ചത്. ആ രാഷ്ട്രീയ സന്ദർഭം നമ്മൾ കാണാതെ പോകരുത്. സൗത്ത് ആഫ്രിക്കയിലും അമേരിക്കയിലും അതുപോലെ ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പ്രത്യാശയ്ക്ക് വേണ്ടി, പ്രത്യാശയുടെ സമരത്തിന്റെ, അടിച്ചമർത്തപ്പെടുന്നതിൻ്റെ
വേണ്ടി അടിച്ചമർത്തപ്പെടലിന് എതിരായിട്ടുള്ള സമരങ്ങളിലൊക്കെ തന്നെ ഡോക്ടർ ബി ആർ അംബേദ്കർ വലിയൊരു പ്രത്യാശ ബിംബമായിട്ട് മാറിയിരിക്കുക. പ്രത്യാശയുടെ തുടിപ്പായി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ചിന്തകൾ മാറിത്തീർന്നിരിക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അംബേദ്കർ ചിന്തകൾ ഇത്രമാത്രം പ്രസക്തമായി തീരുന്നത്? ഇന്ത്യയിൽ എന്തുകൊണ്ട് പ്രസക്തമായി തീരുന്നു, ലോകത്ത് എന്തുകൊണ്ട് പ്രസക്തമായി തീരുന്നു എന്നുള്ളത് നമ്മൾ ആഴത്തിൽ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. അതിൻ്റെ ഒന്നാമത്തെ കാരണം ചൂഷണ പ്രത്യയശാസ്ത്രം, മർദ്ദക പ്രത്യയശാസ്ത്രം എവിടെയൊക്കെ നിലകൊള്ളുന്നുണ്ടോ അവിടെയൊക്കെ ആ മർദ്ദിത ഭരണകൂടത്തിനെതിരായി, മർദ്ദന പ്രത്യയശാസ്ത്രത്തിനെതിരായി നിലകൊള്ളുന്ന, അതിൻ്റെ എതിരായിട്ടുള്ള ഒരു ജനാധിപത്യത്തിൻ്റെ ബഹുസ്വരമായിട്ടുള്ള ആശയത്തിൻ്റെ ഇരിപ്പിടമാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മറ്റ് ഈ വിമർശനങ്ങൾക്ക് അതീതമായി അംബേദ്കർ സ്വീകരിക്കപ്പെടുന്നതിൻ്റെ കാരണം അതാണ്. വിമർശനങ്ങൾക്ക് അതീതമായി അംബേദ്കർ സ്വീകരിക്കപ്പെടുന്നു. എന്തിനാണ് നമ്മൾ ഒരു വിമർശനം പറയുന്ന സന്ദർഭത്തെ നമ്മൾ വായിച്ചെടുക്കേണ്ടതായിട്ടുണ്ടല്ലോ. ഹിന്ദുത്വവാദികൾ അരുൺ ഷൂരിയെ പോലെയുള്ളവർ എന്തിനാണ് അംബേദ്കറെ വിമർശിച്ചത്? അത് നമ്മൾ കാണണമല്ലോ. എന്തിനാണ് അംബേദ്കറെ അന്ന് ഭരണഘടനാ അസംബ്ലിയിൽ അന്നത്തെ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്ന സന്ദർഭത്തിൽ അംബേദ്കറെ എത്ര മോശമായിട്ടാണ് കാർട്ടൂണുകളിലൂടെ ചിത്രീകരിച്ചത്? അപ്പൊ അംബേദ്കർ വിമർശനം എന്ന് പറഞ്ഞത് രംഗത്ത് വരുന്നത് മുഴുവൻ, അന്നും ഇന്നും രംഗത്ത് വരുന്നത് മുഴുവൻ ജനാധിപത്യത്തിനെതിരായിട്ടുള്ള ചിന്തകളാണെന്നുള്ളതാണ്. അല്ലാതെ അംബേദ്കറെ വിമർശിക്കുന്നു എന്ന പേരിൽ പുതിയ തത്വചിന്തകൾക്ക് രൂപം കൊടുക്കുകയോ ജനാധിപത്യത്തിന് പുതിയ സംവാദ കേന്ദ്രങ്ങൾ തുറക്കുകയല്ല ചെയ്യുന്നത്. പകരം യാഥാസ്ഥിതിക ആശയങ്ങൾ പിൻപറ്റുന്ന ഒരു കേന്ദ്രം തുറക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ ഹിന്ദുത്വവാദികളും അംബേദ്കർ മുസ്ലിം വിരുദ്ധനാണ്, അംബേദ്കർ കടുത്ത ഇസ്ലാം വിരുദ്ധനാണ് എന്ന് നിലവിളിക്കുന്ന ഹിന്ദുത്വവാദികൾ എന്തുകൊണ്ട് അംബേദ്കർ മുന്നോട്ട് വെച്ച ഇതിഹാസ പുരാണ വേദ വിമർശനങ്ങളെ തുറന്നു വായിക്കാൻ അവർ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? അതിന് തയ്യാറാവണമല്ലോ. ഈ വേദ ഇതിഹാസ പുരാണങ്ങളല്ലേ ഇന്ത്യയിലെ അടിത്തട്ട് ജനവിഭാഗത്തെ കൂടുതൽ അടിച്ചമർത്തിയത്. അത് തുറന്നു പറയാൻ അത് ഏതെങ്കിലും കാലത്ത് ഹിന്ദുത്വവാദികൾ അംഗീകരിച്ചിട്ടുണ്ടോ? അംബേദ്കറുടെ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് ഹിന്ദുത്വവാദികൾ അംഗീകരിച്ചിട്ടുണ്ടോ? ജത്ബത്തോടക് മണ്ഡലം എന്ന് പറയുന്ന ഒരു സമിതിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കറിനെ പ്രസംഗത്തിന് വിളിച്ചത്. എന്തുകൊണ്ടാണ് ആ ഒരു ബ്രാഹ്മണ്യ സംഘടന ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ പ്രസംഗം അവിടെ ചെയ്യിപ്പിക്കാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? ആ കാരണം കൂടി നമ്മൾ പരിശോധിക്കണം. അപ്പൊ സാമൂഹ്യ പരിഷ്കരണത്തിന് തങ്ങൾ തയ്യാറാകുന്നു എന്ന് പറയുമ്പോൾ പോലും അംബേദ്കർ മുന്നോട്ട് വെച്ച ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥിതിയെ സംബന്ധിച്ച് വിമർശനങ്ങൾ ഏറ്റെടുക്കാൻ ഇത് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അംബേദ്കർ തീർച്ചയായിട്ടും അംബേദ്കറുടെ ചിന്തകളെ വിമർശിക്കാം, അത് പഠനവിധേയമാക്കാം, അതിനെ സംബന്ധിച്ച സൂക്ഷ്മമായ കാര്യങ്ങൾ പങ്കുവെക്കുക, ഇതിനൊന്നും തടസ്സമില്ല. പക്ഷേ ഇതിലൂടെ ചെയ്യുന്നത് എന്താണ്? ചെയ്യുന്നത് അംബേദ്കറെ മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിക്കുക, അംബേദ്കറെ ഇസ്ലാം വിരുദ്ധനായി ചിത്രീകരിക്കുക എന്ന വികലമായ വൈതാളികമായ വാദങ്ങൾ, വിദണ്ഡവാദങ്ങൾ പുറപ്പെടുവിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇവർ ചെയ്യുന്നത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ ജനാധിപത്യത്തെ സംബന്ധിച്ച മഹോന്നതമായ ആശയങ്ങൾ പങ്കുവച്ച ഉന്നതനായ രാഷ്ട്രീയ ചിന്തകനാണ്. ജനാധിപത്യത്തെ സംബന്ധിച്ച് ഡോക്ടർ ബി ആർ അംബേദ്കർ പറയും, ഒരു സമൂഹത്തിൽ ജനാധിപത്യം നിലനിൽക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് സമൂഹത്തിൽ അസമത്വം നിലനിൽക്കുന്നുണ്ട് എന്നും സമൂഹത്തിൽ ഒരു വിടവ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതുമാണ്. അപ്പൊ സമൂഹത്തിൽ വിടവ് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ ജനാധിപത്യം നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. അംബേദ്കർ പറയും, ജനാധിപത്യം നിലനിൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മുന്നുപാധി ശക്തമായ പ്രതിപക്ഷമാണ് എന്ന് പറയുന്നുണ്ട്. ജനാധിപത്യത്തെ സംബന്ധിച്ച്, ഭരണഘടനാ ധാർമ്മികതയെ സംബന്ധിച്ച് ആഴത്തിലുള്ള നിരീക്ഷണങ്ങൾ ഡോക്ടർ ബി ആർ അംബേദ്കർ പങ്കുവച്ചിട്ടുണ്ട്. അംബേദ്കർ പറയുന്നുണ്ട്, അദ്ദേഹം നിരീക്ഷിക്കുന്നത് രക്തരൂഷിതമായ വിപ്ലവം കൊണ്ടല്ല സമൂഹത്തിൽ ജനാധിപത്യം വരേണ്ടത്, സമാധാനപൂർണമായ ജനാധിപത്യ സമരമാർഗങ്ങളിലൂടെയാണ് ജനാധിപത്യം അടിസ്ഥാനപരമായ ഒരു സാമൂഹ്യ സഹജീവന പദ്ധതിയായി നിലനിൽക്കേണ്ടത്. അതുകൊണ്ട് ഭരണഘടന നിലവിൽ വന്നു കഴിഞ്ഞു, അതുകൊണ്ട് ഈ ഭരണഘടനയ്ക്കുള്ളിലായിരിക്കണം നിങ്ങളുടെ സമരം എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞു വെച്ചു. ന്യൂനപക്ഷങ്ങളെ ഒരിക്കലും വേദനിപ്പിക്കരുത്, ഭൂരിപക്ഷ ഭരണം ഒരു യാദൃശ്ചികത മാത്രമാണ് എന്ന് അംബേദ്കർ പറയുന്നുണ്ട്.
ഇങ്ങനെ ഇന്ത്യയെ സംബന്ധിച്ച അഗാധമായ സാമൂഹ്യ നിരീക്ഷണങ്ങളാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. വളരെ ദീർഘവീക്ഷണത്തോടെയുള്ള നിരീക്ഷണങ്ങളാണ്. വളരെ ദീർഘവീക്ഷണം, അഗാധ ജനാധിപത്യത്തെ സംബന്ധിച്ച് അന്ന് നിലവിലുള്ള പഠനങ്ങളെല്ലാം തന്നെ സമാഹരിച്ചിട്ട് പുതിയ നവീനമായൊരു ചിന്ത ഡോക്ടർ ബി ആർ അംബേദ്കർ പങ്കുവെക്കുന്നുണ്ട്. അദ്ദേഹം ബുദ്ധിസത്തിലേക്ക് പോയതിന്റെ കാരണത്തെ സംബന്ധിച്ച് ശാസ്ത്രചരിത്രകാരിയും ചിന്തകയുമായ ഡോക്ടർ മീരാനന്ദ അഗാധമായ ചില നിരീക്ഷണങ്ങൾ പങ്കുവെക്കുന്നുണ്ട് അവരുടെ പ്രോഫറ്റ് ഫേസിംഗ് ബാക്ക്വേർഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ. അംബേദ്കർ ഇന്ത്യക്ക് വേണ്ടുന്ന ഒരു ജനാധിപത്യ ബുദ്ധനെ കണ്ടെത്തുകയായിരുന്നു എന്ന മീരാനന്ദ പറയുന്നത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന തൻ്റെ ആശയങ്ങൾക്ക് വേണ്ടി ഒരു ബുദ്ധനെ അംബേദ്കർ സൃഷ്ടിച്ചെടുത്തു എന്ന് മീരാനന്ദ പറയുന്നുണ്ട്. അത് ബ്രാഹ്മണ്യത്തിൻ്റെ ആശയവാദങ്ങളാൽ നിശ്ചേതനമാക്കപ്പെട്ട ഇന്ത്യയെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു ജനാധിപത്യ ബുദ്ധനെ അംബേദ്കർ നിർമ്മിച്ചെടുക്കുകയായിരുന്നു എന്നും മീരാനന്ദ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ അംബേദ്കർ കേവലം ബുദ്ധിസത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയായിരുന്നില്ല, പകരം ഇന്ത്യൻ സമൂഹത്തിന് ആവശ്യമായിരുന്ന ഒരു ജനാധിപത്യ സംസ്കാരത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടി ഒരു മതം നിർമ്മിച്ചെടുക്കുകയാണ് ചെയ്തത്. ഈ രീതിയിൽ നമ്മൾ അതിനെ കാണുന്നില്ലെങ്കിൽ അംബേദ്കർ കേവലം ഒരു മതപരിവർത്തനം നടത്തി എന്നുള്ള ചിന്തയിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കേവലമായ ഒരു മതപരിവർത്തനമായിരുന്നില്ല. ജനാധിപത്യ ഇന്ത്യയുടെ സൃഷ്ടിക്ക് വേണ്ടി ഒരു നവീന ബുദ്ധനെ, ഒരു നവയാനത്തെ ഡോക്ടർ ബി ആർ അംബേദ്കർ സൃഷ്ടിച്ചെടുത്തു, നിർമ്മിച്ചെടുത്തു, കണ്ടെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അംബേദ്കറുടെ മതപരിവർത്തനത്തെ കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ട് മുസ്ലിം ആകാൻ പോയില്ല, ഇസ്ലാം മതത്തിലേക്ക് അംബേദ്കർ പോയില്ല, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സംഘപരിവാരം ഇതിനെ, അല്ലെങ്കിൽ ഹിന്ദുത്വവാദികൾ ഇതിനെ നേരിടുന്നത്. അംബേദ്കറെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമം ഒരു പരിധിവരെ നടക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം, അല്ലെ? അത് തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, അംബേദ്കറെ മാത്രമല്ല, ജനാധിപത്യത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി, സമത്വത്തിന് വേണ്ടി, സാഹോദര്യത്തിന് വേണ്ടി നിലകൊണ്ട മുഴുവൻ പോരാളികളെയും തത്വചിന്തകരെയും ഈ രീതിയിൽ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. കേരളത്തിൽ നാരായണ ഗുരുവിനെ ഈ രീതിയിൽ ഹിന്ദു സന്യാസി എന്ന നിലയിൽ ഏറ്റെടുക്കാനുള്ള ശ്രമം നടക്കുന്നു. അംബേദ്കർ ഏറ്റെടുക്കുന്നത് എങ്ങനെയാണ്? അംബേദ്കറെ ഏറ്റെടുക്കുന്നത് ഒരു പ്രധാനപ്പെട്ട അടയാളത്തിലൂടെയാണ് അംബേദ്കറെ ഏറ്റെടുക്കുന്നത്. ആ സാംസ്കാരിക ചിഹ്നം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അംബേദ്കറുടെ ഇതിഹാസ പുരാണ വിമർശനങ്ങളോ അംബേദ്കർ മുന്നോട്ട് വെച്ച ജാതി വിമർശനങ്ങളോ ഹിന്ദുത്വവാദികൾ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. അംബേദ്കറുടെ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ എന്ന നിലയ്ക്ക് അംബേദ്കർ കളത്ത ഇസ്ലാം വിരുദ്ധനായിരുന്നു എന്ന പരാമർശം ഉന്നയിച്ചുകൊണ്ട് ഈ രീതിയിലാണ് അംബേദ്കറെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമം നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ അംബേദ്കറെ കാവ്യവൽക്കരിക്കുന്നത് അംബേദ്കറെ മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിച്ചുകൊണ്ടാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അംബേദ്കർ അങ്ങനെ ആയിരുന്നില്ല എന്ന് നമ്മൾ ഈ വളരെ വിപുലമായിട്ടിവിടെ വായിച്ചു കഴിഞ്ഞു. അംബേദ്കറിന്റെ കൃതികളിലൂടെ കടന്നു പോയാൽ തന്നെ അതെല്ലാം വളരെ വ്യക്തമാണ്. ആ വായനയിലൂടെ കാര്യങ്ങൾ വളരെ സ്പഷ്ടവുമാണ്. പക്ഷെ ഇവര് വായന ഒരു ചെറിയ ഭാഗം മാത്രം എടുക്കുക, അതിന്റെ തുടർന്നുള്ള ഭാഗം വായിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ അംബേദ്കറെ ഹിന്ദുത്വവാദിയായി ചിത്രീകരിക്കുന്നു. അപ്പൊ അതിനിശ്ചിതമായിട്ട് വേദങ്ങൾക്കും ഇതിഹാസങ്ങൾക്കും പുരാണങ്ങൾക്കും ജാതി വ്യവസ്ഥയ്ക്കും എതിരെ, രാമനും സീതയ്ക്കും കൃഷ്ണനും എതിരെ വിമർശനങ്ങൾ അഴിച്ചുവിട്ട ഡോക്ടർ ബി ആർ അംബേദ്കറെ ഹിന്ദുത്വവാദിയായി ചിത്രീകരിക്കാൻ തീർച്ചയായിട്ടും ഒരു ചരിത്രത്തിൽ അജ്ഞാനിയായ ഒരാൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ. യഥാർത്ഥത്തിൽ അംബേദ്കർ അങ്ങനെ ആയിരുന്നില്ല. എന്തിനാണ് അംബേദ്കർ വേദേതിഹാസ പുരാണങ്ങളെ വിമർശിച്ചത്? കാരണം ഇന്ത്യയിൽ നിലനിൽക്കുന്ന സാമൂഹ്യമായ ജാതി അസമത്വ വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നത് ഈ പുസ്തകങ്ങളും ഗ്രന്ഥപാഠങ്ങളുമാണ് എന്ന് ആഴത്തിൽ തിരിച്ചറിഞ്ഞിട്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അതിൻ്റെ വിമർശനങ്ങളിലേക്ക് പോയത് എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിലെ നമുക്ക് ഇന്ന് ചില ബുദ്ധിജീവികൾ ഉൾപ്പെടെ പങ്കുവെക്കുന്ന ഒരു കാര്യം, അംബേദ്കറെ സംബന്ധിച്ച് പറയുന്നത്, അംബേദ്കർ മുന്നോട്ട് വെച്ച ചിന്തകളെ ഏറ്റെടുക്കുന്നവരെ സംബന്ധിച്ച് പറയുന്നത് ഹിന്ദു മതത്തെ വിമർശിക്കുന്നു. ഇത് ഹിന്ദുത്വവാദികളും പറയുന്നൊരു കാര്യമാണ്. ഹിന്ദു മതത്തെ മാത്രമാണ് വിമർശിക്കുന്നത്, ഇസ്ലാം മതത്തെ വിമർശിക്കുന്നില്ല, ക്രിസ്തു മതത്തെ വിമർശിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഒരു ചരിത്രം പരിശോധിച്ചാൽ അറിയാം, കേരളത്തിൽ വ്യാപകമായ ഇസ്ലാം മത വിമർശനം നടക്കുന്നില്ലേ? വളരെ വ്യാപകമായ രീതിയിൽ നടക്കുന്നുണ്ട്. ഒരു വലിയ നിര തന്നെ ഉണ്ട് കേരളത്തിൽ. സവർക്കറൈറ്റ് നാസ്തികന്മാരുടെ വിപുലമായ ഒരു വൃന്ദം തന്നെ കേരളത്തിൽ ഇസ്ലാം മത വിമർശനവുമായിട്ട് കേരളത്തിൽ വളരെ ശക്തമാണ്. പിന്നെ ആരാണ് ഇസ്ലാം മത വിമർശനം നടത്തുന്നില്ല എന്ന് അംബേദ്കറൈറ്റുകൾ വിമർശിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഈ വിമർശനത്തിന് വളരെ കൃത്യമായ മറുപടി കാഞ്ചായിളയും അതുപോലെ തന്നെ തെൽതുംബയൊക്കെ കൊടുത്തു കഴിഞ്ഞ കാര്യമാണ്. നമ്മൾ ഏത് കാലത്തിരുന്നാണ് ഇത് പറയുന്നതെന്ന് കൂടി ആലോചിക്കണ്ടേ? ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ ബുൾഡോസർ രാജി വെച്ച്
ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പള്ളികളും മുസ്ലിങ്ങളുടെ ഭവനങ്ങളും തകർക്കുന്ന ഒരു കാലത്തിരുന്നാണ് നിങ്ങൾ മുസ്ലിങ്ങളെ വിമർശിക്കുന്നില്ലേ എന്ന് പറയുന്നത്. ബാബറി മസ്ജിദ് സമ്പൂർണ്ണമായി ഒരു തകർക്കപ്പെട്ട ഒരു കാലത്തിരുന്നാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ മുസ്ലിങ്ങളെ വിമർശിക്കുന്നില്ല എന്ന്. പൗരത്വ രജിസ്റ്റർ വന്ന് അസമിലെ ലക്ഷക്കണക്കിനായിട്ടുള്ള മുസ്ലിങ്ങളെ പുറത്താക്കപ്പെട്ട സാഹചര്യത്തിലാണ് നിങ്ങൾ മുസ്ലിങ്ങളെ വിമർശിക്കുന്നില്ല എന്ന് പറയുന്നത്. ഈ സാംസ്കാരിക സാഹചര്യം നമ്മൾ കാണാതെ പോകരുത്. പശുമാംസം കയ്യിൽ വെച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് അഖ്ലാഖിനെ തല്ലിക്കൊന്നു. അതിന്റെ പ്രതികൾ മുഴുവൻ നിരുപാധികം വിട്ടയക്കപ്പെട്ടു. അവർക്ക് യാതൊരു തരത്തിലും ശിക്ഷയും ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട്. പക്ഷെ അഖ്ലാഖിനും കുടുംബത്തിനും ഇന്നും ആ ഗ്രാമത്തിൽ പ്രവേശനമില്ലാത്ത അവസ്ഥയാണ്. കേരളത്തില് അല്ലെ ഇന്ത്യയിൽ ആകമാനം പരിശോധിച്ചാൽ അറിയാം, ഒരു മുസ്ലിം പ്രതിയായാൽ വർഷങ്ങളോളം ജയിലിൽ കിടക്കേണ്ട അവസ്ഥയാണ്. ഇന്ത്യയിലെ ജയിലുകളിൽ ആരാണ് കുറ്റവാളികളായിട്ട് കിടക്കുന്നത് മുഴുവൻ? അത് ദളിതരും പിന്നോക്കക്കാരും മുസ്ലിങ്ങളും ആദിവാസികളുമാണ്. മുസ്ലിങ്ങളാണ് ഏറ്റവും കൂടുതൽ. പഠനങ്ങൾ തെളിയിക്കുന്നത് ഇന്ത്യയിലെ ആദിവാസികളെക്കാളും പിന്നോക്കാവസ്ഥയിലാണ് മുസ്ലിങ്ങളെന്നാണ്. പള്ളി പൊളിക്കുന്നതിന് ആർക്കും ഒരു മടി പോലും ഇല്ല, ഒരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല. അപ്പൊ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അരക്ഷിതരായ ഒരു വിഭാഗമായി മുസ്ലിം ജനവിഭാഗങ്ങൾ മാറിത്തീർന്നിട്ടുണ്ട്. നമുക്ക് കേരളത്തിന്റെ സാഹചര്യം മാത്രം എടുത്ത് അതിനെ പരിശോധിക്കാൻ പാടില്ല. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ആകമാനം പരിശോധിച്ചിട്ട് വേണം നമ്മൾ ഈ കാര്യം പറയാൻ. അപ്പൊ ഇങ്ങനെ ഇന്ത്യയിൽ ഇങ്ങനെ മുസ്ലിങ്ങൾ ഭീകരമായിട്ട് അതിക്രമിക്കപ്പെടുന്ന ഒരു രാജ്യത്തിരുന്നിട്ട് നിങ്ങൾ വേണ്ട മുസ്ലിങ്ങളെ വിമർശിക്കുന്നില്ലേ എന്ന് പറയുന്നതിന് യാതൊരു സാങ്കത്യവുമില്ല. ഇതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. മുസ്ലിങ്ങളൊന്നും പരിഷ്കരിക്കപ്പെടാത്തവരാണ്, അവർ പ്രാകൃതമായൊരു ജനവിഭാഗമാണ് എന്നൊരാഖ്യാനം കൂടി ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ മുസ്ലിങ്ങൾ പ്രാകൃതമായി ജീവിക്കുന്നവരാണോ എന്ന്? അവരിൽ നിന്ന് വലിയൊരു ജനവിഭാഗം ഉയർന്നു വന്നിട്ടുണ്ട്. അധികാര കേന്ദ്രത്തിലേക്ക് വന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായിട്ട് അവർ രംഗത്ത് വന്നിട്ടുണ്ട്. വലിയ വലിയ കച്ചവടങ്ങൾ അവർ നടത്തുന്നു. വലിയ ബിസിനസ്മാൻമാരായിട്ട് മുസ്ലിങ്ങൾ രംഗത്തുണ്ട്. ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, വംശീയ ഉന്മൂലനം നടക്കുന്നതിന് മുമ്പുള്ള പ്രധാനപ്പെട്ട ചില വംശീയ വിദ്വേഷ പ്രചാരണങ്ങൾ നടക്കും, പ്രത്യേക പദ്ധതികൾ നടക്കും. അതിന്റെ ഒന്നാം പടിയാണ് മുസ്ലിങ്ങൾ ഈ രാജ്യത്തിന് ആപത്താണ് എന്ന് പറയുന്ന ഒരു പ്രചാരണം. ഇത് ഗുജറാത്തിൽ നടന്നിരുന്നു. അതിനെപ്പറ്റി രേവതി ലോള് അവരുടെ വെറുപ്പിന്റെ ശരീരശാസ്ത്രം എന്ന് പറയുന്ന പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് എഴുതുന്നുണ്ട്. ആദ്യം നടന്നത് എന്താണ്? വംശഹത്യക്ക് മുമ്പ് ഗുജറാത്തിൽ നടന്നത് എന്താണ്? മുസ്ലിങ്ങൾക്കെതിരെയുള്ള വംശീയ പ്രചാരണമാണ് നടന്നത്. ഇവർ കുറ്റവാളികളാണ്, നീചന്മാരാണ്, രാജ്യത്ത് ജീവിക്കാൻ കൊള്ളാത്തവരാണ്, അപകടകാരികളാണ് എന്നുള്ള നിരന്തരമായ വിദ്വേഷ പ്രചാരണങ്ങളാണ് നടന്നത്. അതിൻ്റെ അനന്തരഫലമായിട്ടാണ് വലിയൊരു കലാപത്തിലേക്ക് അത് എത്തിച്ചേർന്നത് എന്നുള്ളതാണ്. പക്ഷെ അതേ സമയത്ത് തന്നെ ദളിതരും ആദിവാസികളും മുസ്ലിങ്ങളും ഒരുമിച്ച് കഴിയുന്ന പ്രദേശത്ത് ഈ ആക്രമണം വളരെ കുറവായിരുന്നു, കലാപം വളരെ കുറവായിരുന്നു എന്നുള്ളത് കലാപത്തെ സംബന്ധിച്ച് പിന്നീട് വന്ന തെളിവുകളെല്ലാം സൂചിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇതിവിടെ പറയാൻ കാരണം? ദളിതരും മുസ്ലിങ്ങളും ആദിവാസികളും പിന്നോക്കക്കാരുമായിട്ടുള്ള ഐക്യം തകർക്കുക, അതിന് അംബേദ്കർ ഒരു ആയുധമാക്കി മാറ്റുക എന്നുള്ളതാണ്. അംബേദ്കർ മുന്നോട്ട് വയ്ക്കുന്ന പല ആശയങ്ങളുണ്ട്. ഈ ആശയങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ ഇവരാരും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഗ്രേഡ് ഇനീക്വാലിറ്റി എന്ന് പറയുന്ന അംബേദ്കർ മുന്നോട്ട് വെച്ച വളരെ വിശദമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു വാദം കൂടിയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ആശയമായിരുന്നു. ആ ആശയം എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യാൻ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ആരും തയ്യാറാകാത്തത് എന്നുള്ളത്? അംബേദ്കർ മുന്നോട്ട് വെച്ച പല ആശയങ്ങളും ഈ മുസ്ലിം വിരുദ്ധ കോട്ടാൻകോട്ട് മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ എന്ന് പറയുന്ന ആശയങ്ങളല്ലാതെ ഇന്ത്യയിലെ ഹിന്ദുത്വവാദികൾ ഒരിക്കലും ഡോക്ടർ BR അംബേദ്കർ മുന്നോട്ട് വെച്ച ശ്രേണീകൃത അസമത്വം എന്ന് പറയുന്ന ആശയത്തെ ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടേ ഇല്ല. ശ്രേണീകൃത അസമത്വം എന്ന് പറയുന്ന ഗ്രേഡഡ് ഇൻഇക്വാളിറ്റി എന്ന് പറയുന്ന ആശയം ഒരു വലിയ രാഷ്ട്രീയ തത്വചിന്തകൻ ഇന്ത്യക്ക് ലോകത്തിന് നൽകിയ വലിയൊരു സംഭാവനയാണ്. ഗ്രേഡഡ് ഇൻഇക്വാളിറ്റി എന്ന് പറയുന്നത് ഇന്ത്യൻ സമൂഹത്തെ നിയന്ത്രിക്കുന്നത്, നിലനിർത്തുന്നത്, അതിൻ്റെ നിർണയാധികാര സ്ഥാനം എന്ന് പറയുന്നത് ഗ്രേഡഡ് ഇൻഇക്വാളിറ്റി ആണെന്നാണ് ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞു വെച്ചത്. അത് ഏത് നിലയ്ക്ക് പരിശോധിച്ചാലും അദ്ദേഹം ഒന്ന് രണ്ട് ചില ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഒരു സുപ്രീം കോടതിയിലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹൈക്കോടതിയിലെയോ ഒരു ജഡ്ജി ഒരു സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞാൽ മറ്റ് ചില പ്രത്യേക ജാതി വിഭാഗങ്ങളുടെ നോട്ടം ആ കസേരയിലേക്കായിരിക്കുമെന്നാണ് ഡോക്ടർ BR അംബേദ്കർ പറയുന്നത്. ആ നിരീക്ഷണത്തിലേക്ക് അംബേദ്കർ എത്തിച്ചേരുന്നത് എങ്ങനെയാണ്? ഈ ഗ്രേഡഡ് ഇൻഇക്വാളിറ്റി എന്ന് പറയുന്ന ആശയത്തെ മുൻനിർത്തിയ. അപ്പൊ ഗ്രേഡഡ് ഇൻഇക്വാളിറ്റി നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ ശ്രേണീകൃത അസമത്വം തകരാതെ
ഇന്ത്യക്ക് ഒരു ജനാധിപത്യ രാജ്യമായി തീരുവാൻ കഴിയുകയില്ല എന്നൊരു പ്രധാനപ്പെട്ട ആശയമാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ മുന്നോട്ട് വെക്കുന്നത്. അത് കേവലമായ ഒരു ആശയം മുന്നോട്ട് വെക്കുക മാത്രമല്ല ചെയ്തത്, അത് സമസ്ത രംഗങ്ങളിലും ഒരു നിയമമായി നിലനിൽക്കുന്നതിന് ഡോക്ടർ ബി ആർ അംബേദ്കർ പ്രയത്നിച്ചു എന്നുള്ളതാണ്. അത് രൂപയുടെ മൂല്യത്തെ സംബന്ധിച്ചുള്ള പഠനമാണെങ്കിലും, അത് സാമ്പത്തിക രംഗത്തെ സംബന്ധിച്ചുള്ള ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ പഠനമാണെങ്കിലും, അങ്ങനെ അദ്ദേഹത്തെ കേവലം ഒരു ജാതി വിമർശകനായിട്ടോ മതവിമർശകനായിട്ടോ മാത്രം ചുരുക്കുന്നത് അംബേദ്കറോട് ചെയ്യുന്ന ഒരു അനീതിയാണ്. അങ്ങനെ കേവലമായ ചില ചിന്തകൾ മാത്രം പങ്കുവച്ച ഒരാളായിരുന്നില്ല. മറിച്ച് സമഗ്രമായ ഒരു രാഷ്ട്രത്തെ, ഒരു ജനാധിപത്യ രാഷ്ട്രത്തെ ഭാവന ചെയ്യുന്ന രീതിയിൽ ഒരു വലിയ സമഗ്രമായ ചിന്താ പദ്ധതി ഡോക്ടർ ബി ആർ അംബേദ്കർ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. സംവരണം എന്ന് പറയുന്ന ആശയം അങ്ങനെ നിലവിൽ വരുന്നതാണ്. നെഹ്റു പോലും സംവരണം എന്ന് പറയുന്ന ആശയത്തിനെതിരായിരുന്നു. സംവരണം കാര്യക്ഷമതയെ തകർക്കുമെന്നാണ് നെഹ്റു പോലും ചിന്തിച്ചിരുന്നത്. അപ്പൊ സംവരണം എന്ന് പറയുന്ന അടിസ്ഥാനമായിട്ട് പ്രാതിനിധ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. പ്രാതിനിധ്യ ജനാധിപത്യമാണ് സംവരണത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് പറയുന്ന ഈ ആശയം ഹിന്ദുത്വവാദികൾ ഉൾക്കൊണ്ടിട്ടുണ്ടോ? ഹിന്ദുത്വവാദികൾ ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ ഇന്ത്യയിലെ സർവകലാശാലകളിലെ 99% അധ്യാപക തസ്തികകളും എങ്ങനെ ഒരു പ്രത്യേക ചൂഷിത ജാതി വിഭാഗങ്ങൾ, ചൂഷിത വിഭാഗങ്ങൾ മാത്രം, ഒരു ചൂഷണ വർഗം മാത്രം അതിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു? മർദ്ദിത ജനവിഭാഗങ്ങൾ പുറന്തള്ളപ്പെടുകയും ചൂഷണം ചെയ്യുന്ന ജനവിഭാഗങ്ങൾ, ചൂഷണം ചെയ്യുന്ന ജാതി വിഭാഗങ്ങൾ അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിന്റെ കാരണം എന്താണ്? ഇതിന്റെ കാരണം ശ്രേണീകൃത അസമത്വമാണ്. അപ്പൊ ഈ രീതിയിൽ ഇന്ത്യയെ സമഗ്രമായി മനസ്സിലാക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട സിദ്ധാന്തം ഡോക്ടർ ബി ആർ അംബേദ്കർ മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ്. ഈ സിദ്ധാന്തത്തെ ഹിന്ദുത്വവാദികളോ അല്ലെങ്കിൽ പുരോഗമന ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നവരോ പോലും ഡോക്ടർ ബി ആർ അംബേദ്കർ മുന്നോട്ട് വെച്ച ഈ ആശയം അവരുടെ ആത്മഭാവമായി അവർ സ്വീകരിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഇന്ത്യക്ക് ഒരു ജനാധിപത്യ രാഷ്ട്രമായി തീരുവാൻ കഴിയണമെങ്കിൽ ഡോക്ടർ മീരാനന്ദ പറഞ്ഞതുപോലെ അംബേദ്കറെ ഒരു ചിന്താ പദ്ധതിയായിട്ട് ആത്മഭാവമായി, ഹൃദയഭാവമായി സ്വീകരിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. എന്നാൽ മാത്രമേ ബ്രാഹ്മണീകരിക്കപ്പെട്ട ഇന്ത്യയെ നമുക്ക് ജനാധിപത്യവൽക്കരിക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ അംബേദ്കർ മുന്നോട്ട് വെച്ച സംവരണം എന്ന ആശയത്തെക്കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞു. ഈ സംവരണം ഒരു ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ്. കാരണം സംവരണത്തിൽ ഇപ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് കൊടുക്കുന്ന സംവരണത്തിൽ ക്രീമി ലെയർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് 3.5 ലക്ഷം എന്നുള്ള ഒരു സാമ്പത്തിക വരുമാന പരിധിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഈ സംവരണം എന്ന് പറയുന്നത് നിലവിൽ സാമ്പത്തിക സംവരണം കൊണ്ടുവന്നിട്ടുണ്ട്. ആ സാമ്പത്തിക സംവരണം 10%, പട്ടികജാതി സംവരണം 8%. ഈ യാഥാർത്ഥ്യം കാണാതെ പോകുന്നുണ്ട്. പക്ഷേ 100% സംവരണമുള്ള മറ്റു ജോലികൾ കൂടി ഇപ്പോൾ സവർണ വിഭാഗക്കാർക്കുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കൂടിയില്ലേ? അതെന്തുകൊണ്ടാണ് മനസ്സിലാക്കാതെ പോകുന്നത്? ഇപ്പോൾ മേൽശാന്തി നിയമനങ്ങൾ പോലുള്ള ആ പ്രത്യേക മേഖലകളിൽ 100% സംവരണം ഇവിടെ നിലവിലുണ്ട്. നമ്മൾ 2 തരത്തിൽ ഈ കാര്യങ്ങളെ കാണേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഡോക്ടർ ബി ആർ അംബേദ്കർ പോരാടിയത് ഭരണരംഗങ്ങളിലും അധികാര സ്ഥാനങ്ങളിലും ഉള്ള പ്രാതിനിധ്യത്തിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം നാസിക്കിലെ കലാറാം ക്ഷേത്രത്തിലെ സമരത്തിന് ശേഷം പിന്നെ അത്തരം സമരങ്ങളിൽ അത് ഏറ്റുപിടിക്കുകയുണ്ടായില്ല. ക്ഷേത്രപ്രവേശന സമരത്തെ ആദ്യഘട്ടത്തിൽ പിന്താങ്ങിയെങ്കിലും പിന്നീട് അതിലേക്ക് അംബേദ്കർ പോയതേയില്ല. കാരണം മറ്റ് ഭരണരംഗത്ത്, അധികാര രംഗത്ത് പോരാട്ടങ്ങൾ ശക്തമാക്കണമെന്നും ആ രംഗത്ത് ഇപ്പം നീതിന്യായ വ്യവസ്ഥ, അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ്, അതുപോലെ തന്നെ വ്യത്യസ്ത രംഗങ്ങളിൽ ഭരണാധികാര സ്ഥാനങ്ങളിലുള്ള പ്രാതിനിധ്യത്തിന് വേണ്ടി ഡോക്ടർ ബി ആർ അംബേദ്കർ പോരാടി. പക്ഷേ അതേ സമയത്തിനോട് ഉന്നയിക്കപ്പെട്ട മേൽശാന്തി വിഷയം ഉൾപ്പെടെ അനിഹിലേഷൻ ഓഫ് കാസ്റ്റിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നുണ്ട് പൗരോഹിത്യം ജനാധിപത്യവൽക്കരിക്കപ്പെടണം. അപ്പൊ ശബരിമലയിൽ ഉൾപ്പെടെ കാണുന്ന എന്താ? പൗരോഹിത്യം ജനാധിപത്യവൽക്കരിക്കപ്പെട്ടില്ല എന്നുള്ളതാണ്. പൗരോഹിത്യം ജനാധിപത്യവൽക്കരിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ശബരിമലയിൽ ഇത്തരം ഒരു സ്വർണ്ണക്കൊള്ള അസാധ്യമാകുമായിരുന്നു. ശബരിമലയിൽ ജനാധിപത്യം ഇല്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ ശബരിമലയിൽ നടക്കുന്ന പൗരോഹിത്യത്തിൽ ജനാധിപത്യത്തിന്റെ തരിമ്പും ഇല്ലാത്തത് കൊണ്ടാണ് വലിയ സ്വർണ്ണക്കൊള്ള അവിടെ നടന്നത്. ഈ രീതി നമ്മൾ കാര്യങ്ങളെ കാണണം. എന്തുകൊണ്ടാണ് വലിയ വലിയ അഴിമതിയും കൊള്ളയും നടക്കുന്നത്? ജനാധിപത്യം ഇല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്തരം കൊള്ളകൾ. ഇന്ത്യക്കാർ പൊതുവെ അങ്ങനെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞത് പൗരോഹിത്യം സൃഷ്ടിക്കുന്ന ഈ ചൂഷണത്തെ മറികടക്കണമെങ്കിൽ എന്ത് വേണം? പൗരോഹിത്യം ജനാധിപത്യവൽക്കരിക്കപ്പെടണം. വ്യത്യസ്ത ജാതി വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് പുരോഹിതരായി വരുവാൻ കഴിയണം. അങ്ങനെ മാത്രമേ നമുക്കിതിന് ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ദളിതരെയും ആദിവാസികളെയും സംബന്ധിച്ച് ഇന്ന് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ മേൽശാന്തിയാകാനുള്ള പരിശ്രമത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണെന്ന് ഞാൻ വ്യക്തിപരമായി കരുതുന്നില്ല. അവർ പോരാടേണ്ടത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ജുഡീഷ്യറിയിലേക്കും
അതുപോലെ തന്നെ ഇന്ത്യയിലെ ഭരണക്രമത്തിലേക്കും പ്രവേശിക്കുന്നതിന് വേണ്ടി വലിയ പോരാട്ടം നടത്തുക എന്നുള്ളതാണ്. കേരളത്തിലെ കോളേജുകളിൽ, സർവകലാശാലകളിൽ, ഭരണരംഗങ്ങളിൽ, മറ്റധികാര സ്ഥാനങ്ങളിലൊക്കെ തന്നെ പ്രാതിനിധ്യം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ ശക്തമാക്കണം. ഒരു ജനാധിപത്യ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതാണെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ അതേ സമയത്ത് തന്നെ ഈ പറയുന്ന ഈഴവ സമുദായത്തിൽ ഉൾപ്പെടെയുള്ളവർ നടത്തുന്ന, പ്രത്യേകിച്ച് കൂടൽമാണിക്യം വിഷയത്തിൽ ഉൾപ്പെടെ നടത്തുന്ന പോരാട്ടം അപ്രധാനമാണെന്ന് കരുതുന്നേയില്ല. കാരണം ബ്രാഹ്മണ്യം ഇത്തരം ക്ഷേത്രങ്ങളിൽ ഒരു ബൃഹത്തായ ഭീകര യാഥാർത്ഥ്യമായി നിലനിൽക്കുകയാണ്. കാരണം ശബരിമലയിൽ ഈ പറയുന്ന മേൽശാന്തി നിയമനത്തിൽ ഈ ഒരു പ്രത്യേക വിഭാഗം മാത്രം, മലയാള ബ്രാഹ്മണർ മാത്രം വരുമ്പോൾ സ്വർണവും പണവും അധികാരവും എല്ലാം ആ ഒരു പ്രത്യേക വിഭാഗത്തിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുക ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? മറ്റു വിഭാഗങ്ങൾ ഈ അധികാര സ്ഥാനത്ത് നിന്നും സമ്പത്തിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന ഒരു അവസ്ഥാവിശേഷ സംജാതമാകും. അതുകൊണ്ടാണ് അത്തരം രംഗങ്ങളിലും പ്രാതിനിധ്യം വേണം എന്ന് വാദിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് എൻ്റെ തോന്നൽ. അംബേദ്കറിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അംബേദ്കറിന്റെ ഗാന്ധി വിമർശനം കൂടി പറയാതെ പോകാൻ കഴിയില്ല. അംബേദ്കർ ഗാന്ധിയുടെ വലിയൊരു വിമർശകനായിരുന്നു. ഇത് പലപ്പോഴും പല ചർച്ചകളിലും അംബേദ്കറിനെതിരെ എടുത്തുപയോഗിക്കാനുള്ള ഒരു ആയുധമായി മാറുകയും ചെയ്യുന്നുണ്ട്. അംബേദ്കറുടെ ഗാന്ധി വിമർശനത്തെ എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ ഇതിനകത്ത് രണ്ടുതരം കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ, അതുപോലെ തന്നെ അദ്ദേഹം സ്വന്തം ജീവിതം കൊണ്ട് ജീവിക്കാൻ ശ്രമിച്ച കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അംബേദ്കർ ഗാന്ധി എതിർത്തത് എന്ന് പൊതുവെ പരിശോധിക്കപ്പെടാറില്ല. പകരം അംബേദ്കറെയും ഗാന്ധിയെയും കേവലമായ വ്യക്തിസത്തകളായിട്ട് മാത്രം പരിഗണിച്ചുകൊണ്ടുള്ള വിമർശനങ്ങളാണ് പൊതുവെ അഴിച്ചുവിടപ്പെടാറുള്ളത്. അംബേദ്കറിന്റെ ഗാന്ധിയോടുള്ള വിമർശനം കേവലമായ ഗാന്ധി എന്നുള്ള വ്യക്തിയോടുള്ള വിമർശനമായിരുന്നില്ല, മറിച്ച് ഒരു വ്യവസ്ഥിതിപരമായ വിമർശനമായിരുന്നു, സാമൂഹ്യ വിമർശനമായിരുന്നു യഥാർത്ഥത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ ഗാന്ധിക്കെതിരെ ഉന്നയിച്ചത്. ഇത് അംബേദ്കർ മാത്രം ഉന്നയിച്ചൊരു വിഷയമല്ല. നാരായണ ഗുരുസ്വാമികളും ഇതേ അളവിൽ തന്നെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അതുകൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് ഇതിന്റെ ഒരു സമഗ്രതയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഞാൻ ആദ്യം അംബേദ്കറിന്റെ വിഷയം തന്നെ സൂചിപ്പിക്കാം. 50കളിൽ മുൽക്ക് ആനന്ദുമായിട്ടുള്ള സംഭാഷണത്തിൽ, 1956 എൻ്റെ ഓർമ്മ, മുൽക്ക് ആനന്ദുമായിട്ടുള്ള സംഭാഷണത്തിൽ അംബേദ്കർ പറയുന്നുണ്ട്, ഞാൻ അയാളെ മഹാത്മാവെന്ന് വിളിക്കില്ല, അയാൾ ആ പേരിന് അർഹനല്ല. ഇത് കേൾക്കുമ്പോൾ ഒറ്റയടിക്ക് നമുക്കൊരു വെറുപ്പ് തോന്നും ചിലപ്പോൾ. എന്തുകൊണ്ടാണ് ഗാന്ധിയെപ്പറ്റി, ജനങ്ങൾ മുഴുവൻ ആരാധിക്കുന്ന ഗാന്ധിയെ പറ്റിയാണോ അംബേദ്കർ ഇത് പറയുന്നത്? ഇത് കേവലമായൊരു വ്യക്തിവിമർശനമല്ല. അംബേദ്കർ തുടർന്നുള്ള സംഭാഷണത്തിൽ പറയുന്നുണ്ട്, വർണ്ണാശ്രമധർമ്മത്തിന്റെ ഇരകളായി തീർന്ന ദളിതരെയും മറ്റും ചേർത്ത് പിടിക്കുന്ന നിലയ്ക്ക് ആശയങ്ങൾ പങ്കുവെക്കുകയും ഭഗവത്ഗീത കയ്യിലേന്തുകയും ചെയ്ത ഗാന്ധി യഥാർത്ഥത്തിൽ ദളിതരെ താഴേപ്പടിയിൽ തന്നെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത് എന്ന് പറയുന്നു. ഇതാണ് അതിൻ്റെ കാതൽ. ഞാൻ അയാളെ മഹാത്മാവെന്ന് വിളിക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ കാതൽ എന്താണ്? വർണ്ണാശ്രമധർമ്മത്തെ, ചാതുർവർണ്ണയത്തെ ഉയർത്തിപ്പിടിച്ച ആളായിരുന്നു ഗാന്ധി എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇത്തരം ഒരു നിലപാട് കൈക്കൊള്ളുന്നത്. പൂന പാക്ടിന്റെ സന്ദർഭം നമുക്ക് വളരെ ചരിത്രപരമായി വളരെ ദൃശ്യമാണ്. ആ ഒരു സന്ദർഭം എന്ന് പറയുന്നത്, എന്നെ ഈ വിളക്കുകാലിൽ തൂക്കിയാലും ഞാൻ എൻ്റെ ജനതയെ വഞ്ചിക്കില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഒരു വലിയ ജനവിഭാഗങ്ങൾ അംബേദ്കറിനെതിരെ തിരിയുന്നതാണ് പൂന പാക്ടിന്റെ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഗാന്ധിയുടെ നിരാഹാരമൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുന്നു. അംബേദ്കർ തന്നെ പറയുന്നുണ്ട്, ദളിതരുടെ നേതൃത്വത്തിൽ നടന്ന ഒറ്റ സത്യാഗ്രഹത്തിന് പോലും ഗാന്ധിയുടെ പിന്തുണ ഉണ്ടായിരുന്നില്ല എന്ന്. ഒറ്റ സത്യാഗ്രഹത്തിന് പോലും ഗാന്ധിയുടെ പിന്തുണ ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് വൈക്കം സത്യാഗ്രഹത്തെ ഗാന്ധി പിന്തുണച്ചത്? ആദ്യഘട്ടത്തിൽ കേരളത്തിലെ ദളിതരുടെ പിന്തുണ, ഒരു പുലയ സമുദായത്തിന്റെ വലിയ പിന്തുണ ഉണ്ടായിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ അത് പിന്നീട് നടന്നത് എങ്ങനെയാണ്? കെ പി കേശവമേനോനും വേറൊരു നിലയ്ക്കാണ് അതിൻ്റെ ഒരു വളർച്ച പോയത്, ആ നിലയ്ക്കാണ്. ഈ കാര്യം ഡോക്ടർ ബി ആർ അംബേദ്കർ തിരിച്ചറിയുന്നുണ്ട്. അപ്പൊ സത്യാഗ്രഹത്തെ സംബന്ധിച്ച അടിസ്ഥാനപരമായ കാഴ്ചപ്പാടുകളിൽ പോലും അംബേദ്കർ ഗാന്ധിയുമായി വിയോജിച്ചിരുന്നു. ഗാന്ധിയുടെ സത്യാഗ്രഹ മോഡൽ എങ്ങനെയായിരുന്നു? ഈ പറയുന്ന സവർണർ അടിക്കുന്ന അടി മുഴുവൻ കടന്ന് കൊള്ളുക എന്നുള്ളതായിരുന്നു ഗാന്ധിയുടെ സത്യാഗ്രഹ മോഡൽ. അദ്ദേഹം എഴുതുന്ന വൈക്കത്തെ സത്യാഗ്രഹികളുമായിട്ടുള്ള കത്തിടപാടുകൾ പരിശോധിച്ചാൽ അറിയാം, ഇങ്ങോട്ടടിച്ചാൽ അതിൽ നിന്ന് കൊള്ളണം എന്നുള്ള ലൈനില്ല. പക്ഷെ അംബേദ്കർ ആ ലൈൻ അംഗീകരിച്ചതേ ഇല്ല. അംബേദ്കർ പറഞ്ഞത്, അങ്ങോട്ട് അടിക്കാനൊന്നും പോകത്തില്ല, പക്ഷെ പ്രതിരോധിക്കണം. പ്രതിരോധിക്കണം. സത്യം എന്ന് പറഞ്ഞാൽ അംബേദ്കർ സത്യത്തെ നിർവചിക്കുന്നുണ്ട്.
അംബേദ്കർ പറയുന്നത് സാഹോദര്യത്തിന് വേണ്ടിയുള്ളത് എന്തും സത്യമാണ്. ഉം. ഇതാണ് സത്യത്തെ അംബേദ്കർ നിർവചിക്കുന്നത് ഇങ്ങനെ: സാഹോദര്യത്തിന് വേണ്ടിയുള്ളത് എന്തും സത്യമാണ്. സത്യമാണ്. ഇത് പറയുന്നത് മഹാൻ സത്യാഗ്രഹത്തിന്റെ സന്ദർഭത്തിലാണ്. ഉം. അംബേദ്കർ പറയുന്നത് ഈ കുളത്തിലെ വെള്ളം ശ്രേഷ്ഠമായത് കാരണമോ പുണ്യകരമാണെന്നോ ഞങ്ങൾ കരുതുന്നത് കാരണമല്ല ഈ കുളത്തിലെ വെള്ളത്തിന് വേണ്ടി ഞങ്ങൾ സമരം ചെയ്യുന്നത്. ഞങ്ങൾ ഈ കുളത്തിലെ വെള്ളം കുടിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ സമരം ചെയ്യുന്നത് ഞങ്ങൾ തുല്യ മനുഷ്യരാണ് എന്ന് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണെന്നാണ് പറയുന്നത്. മഹാൻ സത്യാഗ്രഹത്തിന്റെ സന്ദർഭത്തിൽ അംബേദ്കർ നടത്തുന്ന പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്നത് ഈ സമരം ഫ്രഞ്ച് വിപ്ലവത്തിന് തുല്യമാണെന്നാണ് പറയുന്നത്. അംബേദ്കറുടെ വാക്കുകളാണ്. മഹാൻ സത്യാഗ്രഹം ഫ്രഞ്ച് വിപ്ലവത്തിന് തുല്യമാണെന്ന്. അത്രയധികം ആളുകൾ പങ്കെടുക്കുകയും ചെയ്തിരുന്നു കേട്ടോ. ആ ചരിത്ര സാഹചര്യമൊക്കെ നോക്കി നമുക്കത് അറിയാം. അപ്പൊ സത്യാഗ്രഹം എന്ന് പറയുന്നത് ഈ പറയുന്ന ആളുകളുടെ അടി മുഴുവൻ കടന്ന് കൊള്ളുക എന്നുള്ളതായിരുന്നില്ല സത്യാഗ്രഹത്തിന്റെ ഒരു രീതി തന്നെ. അതുകൊണ്ടാണ് അംബേദ്കർ സാഹോദര്യത്തിന് വേണ്ടിയുള്ളത് എന്തും സത്യമാണ് എന്ന് അംബേദ്കർ പറഞ്ഞു വെച്ചത്. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു ഗാന്ധിയുടെ ലൈൻ. അംബേദ്കർ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്: ഞങ്ങൾക്കാവശ്യം വെളുത്ത വർഗക്കാർ ആഫ്രിക്കയിലെ കറുത്ത വർഗക്കാരെ പിന്തുണച്ചതുപോലുള്ള പിന്തുണയാണ് ആവശ്യം, സഹതാപമല്ല. പശ്ചാത്താപമോ മനപരിവർത്തനമോ അല്ല ആവശ്യം. ഗാന്ധിയുടെ രീതിയിൽ ഈ ആളുകൾ പശ്ചാത്തപിച്ച് മനപരിവർത്തനം ഉണ്ടാകുക എന്നുള്ളതാണ്. അങ്ങനെ ഇന്ത്യയിലെ സവർണ ജനവിഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ അത്തരം ആൾക്ക് മനപരിവർത്തനം ഉണ്ടായിട്ടാണെങ്കിൽ ഇന്ത്യയിൽ ഒരു ഭരണഘടന ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല. കാരണം ഭരണഘടന ഉണ്ടാകുന്ന സന്ദർഭത്തിൽ തന്നെ ഭരണഘടന ഭാരതീയമല്ല, ഭരണഘടന മനുസ്മൃതിയെ അംഗീകരിച്ച ഒന്നല്ല എന്ന് സവർക്കറും ഹിന്ദുത്വവാദികളും എല്ലാം വിമർശനം ഉന്നയിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഇന്ത്യയിലെ ഈ പറയുന്ന മനപരിവർത്തനത്തിന് എല്ലാവരും തയ്യാറായതിനു ശേഷമാണ് ഒരു മാറ്റമെങ്കിലും ഇന്ത്യക്ക് ഒരിക്കലും ഒരു ഭരണഘടന ഉണ്ടാവില്ല. ഇപ്പോഴും ഭരണഘടനയ്ക്കെതിരായിട്ട് ഇപ്പോഴും ധാരാളം വിമർശനങ്ങളുണ്ടല്ലോ. വിമർശനത്തിന്റെ കാതൽ എന്താണ്? ഭരണഘടന മുന്നോട്ട് വെക്കുന്ന സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യം അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ആ വിമർശനത്തിന്റെ കാതൽ. എന്ന് പറഞ്ഞാൽ ഭരണഘടന മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന് പറയുന്ന തത്വത്തിലൂടെ ഇന്ത്യയിൽ ഒരു പുതിയ ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പുണ്ടായി. ഇന്ത്യയിലെ മുഴുവൻ മർദ്ദിത ജനവിഭാഗങ്ങളും ഈ ഭരണഘടനയെ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ചൂഷണം ചെയ്യപ്പെട്ട ജനവിഭാഗങ്ങളുടെ ഒരു പ്രകാശ സ്ഥാനമായിരുന്നു ഇന്ത്യയിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ മുന്നോട്ട് വെച്ച ഭരണഘടന. അതുകൊണ്ടാണ് ഹിന്ദുത്വവാദികൾ ഈ ഭരണഘടനയെ വെറുക്കുന്നത്. കാരണം അതൊരു പുതിയ വെളിച്ചം നൽകി. മനുസ്മൃതി വെളിച്ചമല്ല നൽകുന്നത്, മനുസ്മൃതി ആളുകളെ അടിച്ചമർത്താനുള്ള വഴി തുറക്കുന്നു എന്നുള്ളതാണ്. ഭരണഘടന ആ വഴി അടയ്ക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് മനുസ്മൃതിയും ഭരണഘടനയും തമ്മിലുള്ള വ്യത്യാസം. അപ്പം പറഞ്ഞു വന്നത്, സത്യാഗ്രഹത്തെ സംബന്ധിച്ച ഈ മോഡലിൽ തന്നെ, ഡോക്ടർ ബി ആർ അംബേദ്കർ മുന്നോട്ട് വെച്ച മോഡലിൽ തന്നെ ജനാധിപത്യത്തിന്റെ പുതിയ കാഴ്ചപ്പാടുകൾ അന്തർലീനമായിരുന്നു എന്നുള്ളതാണ്. ഗാന്ധിയുടെ ലൈൻ മറ്റൊന്നായിരുന്നു. അപ്പം മനപരിവർത്തനത്തിലൂടെ അല്ല, ഈ ജനാധിപത്യ ആശയത്തിലേക്ക് മുഴുവൻ ജനങ്ങളും വരിക എന്നുള്ളതാണ്. അവിടെയാണ് അടിസ്ഥാനപരമായ വ്യത്യാസം കിടക്കുന്നത്. ഇത് എന്തെങ്കിലും ആളുകൾ മാറിയിട്ട് ഇന്ത്യയിലെ ദളിതർക്കും ആദിവാസികൾക്കും പിന്നോക്കക്കാർക്കും അവകാശം ലഭിക്കണമെന്ന് കരുതുന്നത് പോലൊരു വിഡ്ഢിത്തം വേറെ ഉണ്ടോ? അപ്പം അങ്ങനെ സവർണർക്ക് മനപരിവർത്തനം വരുന്നത് വരെ ഇന്ത്യയിലെ ദളിതരും ആദിവാസികളും കഷ്ടപ്പാടിൽ കിടക്കണമെന്ന് പറയുന്ന യുക്തി ഗാന്ധിയൻ ചിന്തയിലുണ്ട്. ആ യുക്തി അംബേദ്കർ അംഗീകരിച്ചില്ല. അംബേദ്കർ നിർബന്ധമായിട്ടും പറഞ്ഞ എന്താണ്? ഇന്ത്യ ജനാധിപത്യവൽക്കരിക്കപ്പെടണം, ജനാധിപത്യത്തിന്റെ ആശയങ്ങൾ ഇന്ത്യക്കാർ ഏറ്റെടുക്കണം. അതുകൊണ്ടാണ് ഈ ഭരണഘടന സമർപ്പിക്കുന്ന വേളയിൽ ഇന്ത്യൻ മണ്ണിൽ ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു ഉപരിവസ്ത്രം മാത്രമാണെന്ന് അംബേദ്കർ പറഞ്ഞതുകൊണ്ടാണ്. അത് സ്വാഭാവികമായൊരു സഹജ മനോഭാവമായി ജനാധിപത്യം മാറി തീർന്നിട്ടില്ല. ഇപ്പോൾ ഈ ഹിന്ദുത്വവാദികൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിലാണ് ഇന്ത്യ എന്നാണല്ലോ. ഒരിക്കലും ആയിരുന്നില്ല, ഒരിക്കലും ആയിരുന്നില്ല. വർണ്ണാശ്രമ ധർമ്മ വ്യവസ്ഥയായിരുന്നു ഇന്ത്യയുടെ അടിത്തറ എന്ന് പറയുന്നത്. ആ അടിത്തറയിലാണ് ഇന്ത്യ ജീവിച്ചത്. അതിന് കോളിളക്കം സൃഷ്ടിച്ചത് എപ്പോഴാണ്? അതിന് കോളിളക്കം വന്നത്, അതിന് മാറ്റം വന്നത് ഇന്ത്യയിലേക്ക് കൊളോണിയൽ ഭരണം വന്നതും ബ്രിട്ടീഷ് ഭരണം വരികയും ഈ പറയുന്ന മുസ്ലിങ്ങൾ ഇന്ത്യയിലേക്ക് വരികയും ക്രിസ്ത്യാനികൾ വരികയൊക്കെ ചെയ്തപ്പോഴാണ് മാറ്റം ഉണ്ടായത്. കേരളത്തെ സംബന്ധിച്ച് ആ മാറ്റം വളരെ കൃത്യമായിട്ട് 1930-കളിൽ ഉണ്ടായ ക്ഷേത്രപ്രവേശന വിളംബര റിപ്പോർട്ടിൽ അത് ഉള്ളൂര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബ്രിട്ടീഷ് മിഷണറിമാരുടെ സാന്നിധ്യവും മുഹമ്മദിയരുടെ സാന്നിധ്യവും ജാതി വ്യവസ്ഥയ്ക്ക് ഇളക്കം തട്ടിച്ചു
എന്ന് വളരെ കൃത്യമായിട്ട് ഉള്ളൂർ ക്ഷേത്രപ്രവേശന കമ്മിറ്റി റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അംബേദ്കറുടെ ഗാന്ധിയോടുള്ള വിമർശനം ഗാന്ധി എന്ന് പറഞ്ഞ വ്യക്തിയോടുള്ള വിമർശനമായിരുന്നില്ല, ഗാന്ധി പിൻപറ്റിയ ചിന്തകളോട്, പ്രത്യയശാസ്ത്രത്തോടായിരുന്നു. ഗാന്ധി എഴുതിയ കാസ്റ്റ് മസ്റ്റ് ഗോ, പ്രബന്ധത്തിന്റെ ടൈറ്റില് ജാതി പോകണമെന്നാ. പക്ഷേ അദ്ദേഹം പറയുന്നത് എന്താണ്? ഐ ബിലീവ് ഇൻ വർണ്ണാശ്രമ ധർമ്മ ഫ്രം ദി വേദാസ് എന്ന. നോക്കൂ, വർണ്ണാശ്രമ ധർമ്മത്തിൽ താൻ അഗാധമായി വിശ്വസിക്കുന്നു എന്നാണ് ഗാന്ധി എഴുതിയത്. വിശ്വസിക്കുന്നു എന്നാണ് ഗാന്ധി എഴുതിയത്. തന്റെ അഭിപ്രായത്തിൽ തോട്ടിപ്പണി എടുക്കുന്ന ഒരാളും സ്പിരിച്വൽ ലീഡറായ ബ്രാഹ്മണരും തുല്യരാണെന്ന ഗാന്ധി കാസ്റ്റ് മസ്റ്റ് ഗോയിൽ പറയുന്നത്. അതങ്ങനെയാണ് തോട്ടിപ്പണി എടുക്കുന്ന തോട്ടിയും ബ്രാഹ്മണനും തുല്യരാകുന്നത്? അങ്ങനെ സമൂഹത്തിൽ എവിടെയും തുല്യത വന്നിട്ടുണ്ടോ? മാൻഹോളുകളിൽ കുടുങ്ങി മരിക്കുന്നത് ആരാണ്? മാൻഹോളുകളിൽ കുടുങ്ങി മരിക്കുന്നത് മുഴുവൻ ഈ തോട്ടികൾ എന്ന് പറഞ്ഞ വിഭാഗം. ഒരു ബ്രാഹ്മണന് ഇന്ന് വരെ ഒരു മാൻഹോളിൽ കുടുങ്ങി മരിച്ചിട്ടില്ല. ഒരു വലിയ അപകടത്തിലും പെട്ട് അവർ മരിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. വലിയ കഠിനമായ ജോലിയെടുത്ത് മുഴുവൻ മരിക്കേണ്ടി വന്നത് മുഴുവൻ ഇന്ത്യയിലെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കാണ്. പ്രൊഫസർ എം കുഞ്ഞാമൻ അങ്ങനെ ഒരു നിരീക്ഷണം നടത്തുന്നുണ്ടല്ലോ. അധ്വാനിച്ച് പണക്കാരാകേണ്ടിയിരുന്നെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്വാനിച്ചത് ആരാണ്? ഇന്ത്യയിലെ ദളിതരും ആദിവാസികളും. പക്ഷെ അവർ പണക്കാരായില്ലല്ലോ. അധ്വാനത്തിന്റെ കാര്യം പറഞ്ഞാൽ അധ്വാനിക്കാതെ ആരാണ് പണക്കാരായതെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഈ ചൂഷണത്തിന്റെ, ഈ ബ്രാഹ്മണ്യ ചൂഷണത്തിന്റെ ഒരു ഹിംസാത്മകമായ പ്രയോഗക്ഷമത നമുക്ക് മനസ്സിലാകും. അത്രമാത്രം ഹിംസാത്മകമായിട്ടാണ് ഈ വ്യവസ്ഥ നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. ഡോക്ടർ ബി ആർ അംബേദ്കർ തന്നെ പറയുന്നുണ്ട്, നിങ്ങളൊരു കച്ചവടം ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകും. നിങ്ങൾ ഒരു ദളിതനാണെന്ന് തിരിച്ചറിയുന്ന ആ നിമിഷം നിങ്ങളുടെ കച്ചവടം പൂട്ടിപ്പോകുമെന്ന് അംബേദ്കർ പറയുന്നത്. ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളൊരു വ്യവസായം ആരംഭിക്കുമ്പോൾ നിങ്ങൾ ഒരു അസ്പൃശ്യനാണെന്ന് തിരിച്ചറിയുമ്പോൾ നിങ്ങളുടെ വ്യവസായം പൂട്ടിപ്പോകും. ഇതൊരു സാമൂഹിക യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് ഗാന്ധിയോടുള്ള വിമർശനം എന്ന് പറയുന്നത് കേവലം ഗാന്ധിയോടുള്ള വിമർശനം മാത്രമല്ല, ഗാന്ധി പിൻപറ്റിയ പ്രത്യയശാസ്ത്രത്തിലുള്ള വിമർശനമാണ്. ആ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് വർണ്ണാശ്രമ ധർമ്മമാണ്. ഗാന്ധി അയിത്തോച്ചാടനമൊക്കെ നടത്തിയപ്പോൾ പോലും ഈ രീതിയിൽ ഗാന്ധിയെ ഇത്തരം കാര്യങ്ങൾ സ്പർശിച്ചിരുന്നു എന്നും നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അതിൻ്റെയൊക്കെ അർത്ഥം ഗാന്ധിയെ ഹിന്ദുത്വവാദികളാൽ കൊല്ലപ്പെട്ട ഗാന്ധിയെ നാം നിരസിക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല. ഗോഡ്സെ പഞ്ചാബ് കോടതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ടിൽ ആ സാക്ഷിമൊഴിയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ടല്ലോ, മുസ്ലിങ്ങൾക്ക് വേണ്ടി ഗാന്ധി അമിതമായി നിലകൊണ്ടു, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഗാന്ധി വാദിച്ചു എന്നുള്ളതാണ് തൻ്റെ ശത്രുതയുടെ പ്രധാനപ്പെട്ട കാരണമെന്ന് ഗോഡ്സെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ഒരു മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇക്കാര്യം കൂടി നമ്മൾ പരിഗണിക്കണം. അപ്പൊ എൻ്റെ പോയിന്റ് ഇതാണ്, വെടികൊണ്ട ഗാന്ധിയെ ഉയർത്തിപ്പിടിക്കുകയും ചാതുർവർണ്ണ്യത്തിൻ്റെയും വർണ്ണാശ്രമധർമ്മത്തിൻ്റെയും പ്രത്യയശാസ്ത്രത്തെ പിൻപറ്റിയ ഗാന്ധിയെ നമുക്ക് ഉപേക്ഷിക്കുകയും വേണം. അപ്പൊ ഹിന്ദുത്വം ഒരു ഭയാനക ഭീകര യാഥാർത്ഥ്യമായി നമ്മുടെ രാജ്യത്തെ പിടിമുറുക്കുമ്പോൾ വെടികൊണ്ട ഗാന്ധിയെ നമ്മൾ ഉയർത്തിപ്പിടിക്കണം. നിങ്ങൾ വെടിവെച്ചു കൊന്നത് ഈ ഗാന്ധിയാണ് എന്ന് ലോകത്തോട് നിരന്തരം നമ്മൾ പറയേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ഇങ്ങനെ ഈ കാര്യങ്ങളെ തിരിച്ചറിയാതെ കേവലമായ ഗാന്ധി വിമർശനം കൊണ്ട് കാര്യമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കണം. അതേ സമയത്ത് തന്നെ അംബേദ്കർ ഗാന്ധിയെ മുൻനിർത്തി ഉന്നയിച്ച വിമർശനങ്ങൾ കേവലമായ ഗാന്ധി വിമർശനമല്ല, അതൊരു വ്യവസ്ഥാപരമായ സാമൂഹ്യ വിമർശനമായിരുന്നു എന്ന് കാണുമ്പോഴാണ് നമുക്ക് കാര്യങ്ങളുടെ ഒരു ചരിത്രപരമായ വെളിച്ചം നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. അംബേദ്കറിനെ കുറിച്ചുള്ള പഠനങ്ങൾ, അത് മാത്രമല്ല അംബേദ്കറിന്റെ പുസ്തകങ്ങൾ ഒരു മതനിരപേക്ഷ ഇന്ത്യയെ സൃഷ്ടിക്കുന്നതിൽ എങ്ങനെ സഹായിക്കും എന്നാണ് കരുതുന്നത്? ഈ സൂരജന്റെ ദളിത് മാനവികതാവാദം എന്ന വിഷയത്തെ സംബന്ധിച്ചൊരു ലഘു കുറിപ്പ് എഴുതുന്നുണ്ട്. കാസ്റ്റ് മാറ്റേഴ്സ് എന്ന് പറയുന്ന പുസ്തകത്തിലാണ്. അതിൽ അദ്ദേഹം പറയുന്നത് എന്താണ് ദളിത് മാനവികതാവാദം? ദളിത് മാനവികതാവാദം എന്ന് പറയുന്നത് അപരലേക്ക് തുറക്കുന്ന നീതിയുടെയും കാരുണ്യത്തിൻ്റെയും അനുകമ്പയുടെയും രാഷ്ട്രീയ തത്വശാസ്ത്രമാണ് ദളിത് മാനവികതാവാദം എന്ന് സൂരജന്റെ നിരീക്ഷിക്കുന്നുണ്ട്. ഇതിപ്പോൾ പറയാൻ കാരണം എന്താണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യ ചരിത്രത്തിന് നൽകിയ സംഭാവന, ഇന്ത്യയുടെ മതനിരപേക്ഷതയ്ക്ക് ഡോക്ടർ ബി ആർ അംബേദ്കർ നൽകിയ സംഭാവന എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് ഇതുമായി ചേർത്ത് വെച്ചിട്ടാണ്. അത് ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള അംബേദ്കറിന്റെ വാദങ്ങൾ, അത് ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ തുടങ്ങി ഭരണഘടനാ അസംബ്ലിയിൽ വരെ നീണ്ടു നിൽക്കുന്ന സുദീർഘമായ അംബേദ്കറുടെ പോരാട്ടം. എച്ച് വി കാമത്തിനെ പോലെയുള്ള ആളുകൾ ഇന്ത്യൻ ഭരണഘടന ദൈവത്തിന്റെ പേരിൽ ആരംഭിക്കണം എന്ന് വാദിച്ചൊരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത്തരം വാദങ്ങളെ എല്ലാം കടപുഴക്കി എറിഞ്ഞുകൊണ്ട് ഭരണഘടനാ അസംബ്ലിയിലെ അംഗങ്ങളും ഡോക്ടർ ബി ആർ അംബേദ്കറും വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ആരംഭിക്കുന്നത് തന്നെ.
അംബേദ്കറുടെ ആ പ്രിയാമ്പിൾ എന്ന സംഗതിയെ സംബന്ധിച്ച് തന്നെ വളരെ വിപുലമായ പഠനങ്ങൾ വന്നിട്ടുണ്ട്. ആ പഠനങ്ങൾ പരിശോധിക്കുമ്പോഴാണ് എങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണം തന്നെ ഇന്ത്യ ഒരു മതേതര ദേശരാഷ്ട്രമായി സൃഷ്ടിച്ചെടുത്തത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് അത്ഭുതകരമായൊരു ചരിത്രമാണ് അതെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുക. ഈ ഹിന്ദു കോഡ് ബില്ലിനെ സംബന്ധിച്ച ചർച്ച നടക്കുന്ന സന്ദർഭത്തിൽ അംബേദ്കർ പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ് മതനിരപേക്ഷത? മതനിരപേക്ഷത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതത്തിന് മറ്റൊരു മതത്തിന് മുകളിൽ സമ്പൂർണമായ ഏകാധിപത്യം പ്രയോഗിക്കാനുള്ള അവസ്ഥാവിശേഷമല്ല മതനിരപേക്ഷത എന്ന് പറയുന്നത്. മതനിരപേക്ഷത എന്ന് പറയുന്നത് മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം നൽകുന്ന വ്യവസ്ഥാക്രമം കൂടിയാണ്. അത് ഭരണഘടനയുടെ ഒരു പരിമിതി കൂടിയാണ് എന്ന് പറഞ്ഞാൽ അത് സാധ്യതയാണ്. അപ്പം ഇന്ത്യൻ ഭരണഘടന തന്നെ അടിസ്ഥാനപരമായി ഒരു സെക്യുലർ ദേശരാഷ്ട്രത്തെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അംബേദ്കറിന്റെ ബുദ്ധമതം, അദ്ദേഹത്തിന്റെ ബുദ്ധമത സ്വീകരണവും ബുദ്ധമതത്തെ സംബന്ധിച്ച് അംബേദ്കറുടെ ചിന്തകളും പരിശോധിച്ചാൽ എത്രമാത്രം സെക്കുലറായ ഒരു ആശയമാണ് അംബേദ്കർ മുന്നോട്ട് വെക്കുന്നത് നമുക്ക് മനസ്സിലാവും. വളരെ സെക്കുലറായ ഒരു ബുദ്ധനെയാണ് അംബേദ്കർ കണ്ടെടുക്കുന്നത് തന്നെ, തീർത്തും സെക്കുലറായ ഒരു ബുദ്ധനെ. അംബേദ്കർ പറയും മറ്റു പല മതങ്ങളും ദൈവത്തെപ്പറ്റിയും കർമ്മത്തെപ്പറ്റിയും പുറജന്മത്തെപ്പറ്റിയും ചിന്തിക്കുമ്പോൾ ബുദ്ധിസം ആളുകളെ നീതിയിലും കരുണയിലും ഉറപ്പിച്ചു നിർത്തുന്നു. പ്രജ്ഞയ്ക്ക് വേണ്ടിയുള്ള സമരമായി ബുദ്ധിസം മാറിത്തീരുന്നു. എന്താണ് പ്രജ്ഞ? പ്രജ്ഞ അന്ധവിശ്വാസങ്ങൾക്കെതിരായ ഒരു നവീനമായ നവയാനമാണ് എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞു വെക്കുന്നുണ്ട് ബുദ്ധിസത്തെ സംബന്ധിച്ച ചർച്ചയിൽ. ഇങ്ങനെ സ്വന്തം ജീവിതം കൊണ്ട് തന്നെ അടിമുടി ഒരു സെക്കുലറായ ജീവിത പരിസരം അദ്ദേഹം സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും മഹനീയമായ ഒരു രംഗം നമ്മൾ കാണുന്നത് ഭരണഘടനാ അസംബ്ലിയിൽ അദ്ദേഹത്തിൻ്റെ വാദങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ച വാദങ്ങളാണ്. ഭരണഘടന സമർപ്പിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ വാദങ്ങളാണ്. അപ്പം ഇന്ത്യ എന്ന് പറയുന്ന ദേശരാഷ്ട്രത്തെ മതനിരപേക്ഷമായി നിലനിർത്തുന്നതിൽ സുപ്രധാനമായൊരു പങ്ക് വഹിച്ച ആളാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. നമുക്ക് കാണാൻ കഴിയും അതെങ്ങനെയാണ് മതനിരപേക്ഷവൽക്കരിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഇന്നത്തെ നിലയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇന്ന് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ തന്നെ ഏറ്റവും ഭീകരരായി രാക്ഷസവൽക്കരിച്ച് മുദ്രകുത്തി അവർക്കെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിടുമ്പോൾ ന്യൂനപക്ഷങ്ങളെ എപ്പോഴും കൂടെ നിർത്തണം, അവരെ വേദനിപ്പിക്കരുത് എന്ന് 1947 സിദ്ധാർത്ഥ് പാർലമെന്റ് കോളേജ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞു വെച്ചു എന്നുള്ളതാണ്. ഇത് മതനിരപേക്ഷതയുടെ ഒരു അടിസ്ഥാനപരമായ തത്വമാണ്. പുറന്തള്ളപ്പെട്ട ജനവിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന ജനാധിപത്യ ശൈലി ഡോക്ടർ ബി ആർ അംബേദ്കർ ആവിഷ്കരിച്ചു. എന്താണ് ജനാധിപത്യം? ജനാധിപത്യം എന്ന് പറയുന്നത് ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു വർഗവും ചൂഷിതരായ ഒരു വർഗവും, അതായത് അടിച്ചമർത്തപ്പെടുന്ന ഒരു വർഗവും അടിച്ചമർത്തുന്ന ഒരു വർഗവും ഉണ്ടാവാൻ പാടില്ല എന്നതാണ് ജനാധിപത്യം എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞു വെച്ചു. അപ്പം മർദ്ദകരും മർദ്ദിതരും ഉണ്ടാകാൻ പാടില്ല. മർദ്ദകരും മർദ്ദിതരും ഉണ്ടാകുന്ന വ്യവസ്ഥ ജനാധിപത്യം അല്ല എന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നത്. ഇത് വലിയ വലിയ ജനാധിപത്യ തത്വചിന്തകരെ ഉദ്ധരിച്ചുകൊണ്ടാണ് അംബേദ്കർ ഇത് പറയുന്നത് എന്നുള്ളതാണ്. അമർത്യ സെൻ തന്നെ അംബേദ്കർ ഉദ്ധരിച്ചുകൊണ്ട് ഈ കാര്യം കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്. തൽക്കാലം അതിലേക്ക് കടക്കുന്നില്ല. ഇങ്ങനെ യഥാർത്ഥത്തിൽ ജനാധിപത്യം എന്ന് പറയുന്ന ആശയം തന്നെയാണ് ഇന്ത്യയുടെ മതേതരത്വത്തിൻ്റെ ആണിക്കല്ലെന്നുള്ളതാണ്. ജനാധിപത്യം തകരുന്നതോടുകൂടി മതനിരപേക്ഷത സമ്പൂർണ്ണമായിട്ട് തകർന്ന് തരിപ്പണമാകും. അതുകൊണ്ടാണ് അനിഹിലേഷൻ ഓഫ് കാസ്റ്റിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ എഴുതി സാഹോദര്യത്തിൻ്റെ മറ്റൊരു പേരാണ് ജനാധിപത്യം. സാഹോദര്യമില്ലെങ്കിൽ ജനാധിപത്യം ഇല്ല, സാഹോദര്യം ഇല്ലെങ്കിൽ എന്തില്ല? മതനിരപേക്ഷതയും ഇല്ല. മുസ്ലിം ലീഗ് ഡോക്ടർ ബി ആർ അംബേദ്കറെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കുന്നത് ഈ സാഹോദര്യ ജനാധിപത്യത്തിൽ നിന്നുകൊണ്ട്. അങ്ങനെ നമ്മൾ അതിനെ കാണണം. സാഹോദര്യ ജനാധിപത്യമാണ് ഇന്ത്യൻ മതനിരപേക്ഷതയുടെ അടിത്തറ. ആ സാഹോദര്യ ജനാധിപത്യം തകരുന്നതോടുകൂടി ഇന്ത്യൻ ജനാധിപത്യം സമ്പൂർണ്ണമായി തകരും. അങ്ങനെ തകരാതിരിക്കാനാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞു വെച്ചത് ജാതി നിർമൂലനം ചെയ്യപ്പെടണം, ജാതിയാണ് സാഹോദര്യത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ആ സാഹോദര്യ ജനാധിപത്യത്തിന് വേണ്ടിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ നിലകൊണ്ടത്. ആ സാഹോദര്യ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അംബേദ്കർ പറഞ്ഞത്. ഒന്നാം വട്ടമേശ സമ്മേളനത്തിലും പിന്നീട് 47-ലും പറഞ്ഞു, എനിക്ക് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും വേണ്ടി പോരാടാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. തന്നെ ഒരിക്കൽ ഒരു മുറിയിൽ നിന്ന് ഇറക്കി വിട്ട ഒരു സിഖുകാരനുണ്ടായിരുന്നു. വേണമെങ്കിൽ സിഖുകാരൻ ഒരിക്കൽ എന്നെ ഇറക്കി വിട്ടതാണ് എന്ന് കരുതി ഡോക്ടർ ബി ആർ അംബേദ്കർക്ക് സിഖുകാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി
മൗനം പാലിക്കാമായിരുന്നു. അവരുടെ അവകാശ സന്ദർഭങ്ങളിൽ, അവരുടെ പോരാട്ടങ്ങളെ, അവരുടെ വിഷയങ്ങളിൽ അദ്ദേഹത്തിന് മൗനം പാലിക്കാമായിരുന്നു. പക്ഷേ സിഖുകാരുടെ വിഷയത്തിലും മുസ്ലിങ്ങളുടെ വിഷയത്തിലും ക്രിസ്ത്യാനികളുടെ വിഷയത്തിലും ഒക്കെ ഭരണഘടനാ അസംബ്ലിയിൽ അതിശക്തമായി വാദിച്ച ഒരാളെയാണ് നമ്മൾ കാണുന്നത്. എന്ന് പറഞ്ഞാൽ കേവലമായ വ്യക്തി വിഷയങ്ങളിലല്ല ഡോക്ടർ ബി ആർ അംബേദ്കർ ഊന്നിയത്, മറിച്ച് ഇന്ത്യയെ ഒരു വലിയ സാമൂഹിക ഗണമായി കണ്ടുകൊണ്ട്, ഒരു സാമൂഹിക വ്യവസ്ഥിതിയായി ഇന്ത്യയെ കണ്ടുകൊണ്ട് ഇന്ത്യ ഒരു മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രമായി കാണുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ അംബേദ്കർ ആരുടെയും മതവിശ്വാസത്തെ ചോദ്യം ചെയ്തില്ല. ആ നിലയ്ക്ക് നോക്കിയാൽ ന്യൂനപക്ഷ അവകാശങ്ങളെ വിലമതിക്കുക മാത്രമല്ല, പാകിസ്ഥാൻ ഓർ ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യയിൽ അംബേദ്കർ പറഞ്ഞത് മുസ്ലിങ്ങൾക്കൊരു നിർണയാധികാരം ഉണ്ട് എന്നാണ്. വിമർശനങ്ങൾ, ബുർക്കയെ സംബന്ധിച്ചുള്ള വിമർശനം ഉന്നയിക്കുമ്പോൾ പോലും മുസ്ലിങ്ങൾക്ക് സ്വയം നിർണയാധികാരം ഉണ്ടെന്ന് അംബേദ്കർ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഹിന്ദുത്വവാദികൾ അത് പറയാത്തത്? മുസ്ലിങ്ങൾക്ക് സ്വയം നിർണയാധികാരം ഉണ്ട് എന്ന് അംബേദ്കർ പാകിസ്ഥാൻ തോട്ട്സിൽ പറയുന്നുണ്ട്. പക്ഷെ മുസ്ലിങ്ങളുടെ സ്വയം നിർണയാധികാരത്തെ ഹിന്ദുത്വവാദികൾ വകവെച്ച് കൊടുക്കാറുണ്ടോ? ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയെ ഒരു മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രമായി നിലനിർത്തുന്നതിൽ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജീവിതവും ദർശനവും വലിയ പങ്ക് വഹിച്ചു എന്നുള്ളതും ഇനി പുതിയ കാലത്ത് മതനിരപേക്ഷ ജനാധിപത്യം വെല്ലുവിളി നേടുന്നൊരു കാലത്ത് മതനിരപേക്ഷ ജനാധിപത്യത്തെ നിലയുറപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ, അതിനെ കൂടുതൽ വികസിപ്പിക്കുന്നതിൽ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ചിന്തകൾക്ക് കൂടുതൽ സംഭാവന നൽകാനുണ്ട്. ആ രീതിയിൽ അംബേദ്കറെ പറ്റി പഠിക്കുന്ന അംബേദ്കർ പഠിതാക്കൾ, ജനാധിപത്യ ചിന്തകർ, മുഴുവൻ ജനവിഭാഗങ്ങളും, ജനാധിപത്യ ഇന്ത്യയിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ജനവിഭാഗങ്ങളും എന്ത് വേണം? അംബേദ്കർ ഈ രീതിയിൽ വായിക്കാനുള്ള ഒരു ശ്രമം നടത്തണം എന്നുള്ളതാണ്. അതല്ലാതെ കേവലം ഇത് ഏതെങ്കിലും കുറച്ച് ആരാണ് അംബേദ്കറിസ്റ്റുകൾ? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ. അംബേദ്കറിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദളിത് വിഭാഗത്തിൽ നിന്ന് വന്ന അംബേദ്കറെ പറ്റി പഠിക്കുന്നവരാണ് അംബേദ്കറിസ്റ്റുകൾ എന്നൊരു സങ്കുചിതമായ കാഴ്ചപ്പാട് കേരളത്തിൽ നിലനിൽക്കുന്നു. ആരാണ് അംബേദ്കറിസ്റ്റുകൾ? അത് സൂരജ് എൻഡെ പറഞ്ഞതുപോലെ ദളിത് മാനവികതാവാദം എന്ന് പറയുന്ന വിഷയവുമായിട്ട് ചേർത്ത് വെച്ച് വായിക്കേണ്ട ഒരു കാര്യമാണ്. അംബേദ്കറിസ്റ്റുകൾ അടിസ്ഥാനപരമായി ജനാധിപത്യത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി, സമത്വത്തിന് വേണ്ടി, സാഹോദര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളതാണ്. അപ്പൊ അംബേദ്കറിസം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി സാഹോദര്യ ജനാധിപത്യത്തിന്റെ മറ്റൊരു പേരാണ് അംബേദ്കറിസം.